हमको बुलाना या रसूल अल्लाह, हमको बुलाना या रसूल अल्लाह, हमको बुलाना या रसूल अल्लाह, हमको बुलाना या रसूल अल्लाह. പ്രിയ സഹോദരങ്ങളെ, ഹിജ്റ വർഷം 3 ശവ്വാൽ മാസം 15 ശനിയാഴ്ചയുമായാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ അതിമഹത്തായ ഒരു പാഠം ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്ക് നൽകിക്കൊണ്ടാണ് ഉഹദ് കടന്നുപോയത്. നാം ഒക്കെ മനസ്സിലാക്കിയതുപോലെ മഹത്തായ വിജയവും നേട്ടവും ഉഹദിൽ സംഭവിച്ചു എന്നത് ചരിത്ര സത്യമാണ്. എങ്കിലും ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിനെ ഭയപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, വളരെ ദുഃഖകരമായ ഒരനുഭവവും ഉഹദിലുണ്ടായല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ദുഃഖകരമായ ഒരനുഭവം ഉണ്ടായി? ഇത് അവർക്ക് മാത്രമുള്ള സംഭവമല്ല, മറിച്ച് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പാഠമാണത്. മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന സത്യവിശ്വാസികൾ അവരുടെ ശൈലിയും നടപടിക്രമവും എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിക്കൂടാ. ബദർ തരുന്ന പാഠത്തിന്റെ നേരെ മറുവശമാണ് ഉഹദ് നമുക്ക് നൽകുന്നത്. ബദറിൽ സമ്പൂർണമായ സമർപ്പണവും തവക്കുലും അക്ഷരാർത്ഥത്തിലുള്ള നേതൃത്വത്തെ അംഗീകരിച്ച് സ്വയം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ബാഹ്യമായി ഭൗതികമായി ഒന്നുമല്ലാത്ത വളരെ നിസ്സാരന്മാരായ വെള്ളിലെണ്ണാവുന്ന ആളുകൾ ഭൗതികമായി എല്ലാം തികഞ്ഞ ഒരു വൻ സൈന്യത്തെ നിഷ്പ്രയാസം അടിയറവ് പറയിച്ചപ്പോൾ അതിലൂടെ അള്ളാഹു തരുന്ന പാഠം അംഗബലമോ ആയുധശേഷിയോ സത്യമാർഗത്തിലുള്ള വിജയത്തിന്റെ മാനദണ്ഡമല്ല, മറിച്ച് നേതൃത്വത്തോടുള്ള സമ്പൂർണമായ സഹകരണവും ആത്മാർത്ഥമായ സ്വയം സമർപ്പണവും എവിടെയുണ്ടോ അവിടെ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അല്ലെങ്കിൽ ലോകത്ത് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണല്ലോ, കയ്യിൽ ഒരു സാധാരണ അറബികൾ കൊണ്ട് നടക്കുന്ന വാള് പോലും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും വെറും കൈയോടുകൂടി 300 ആള് പോയിട്ട് ഈ ലോകത്ത് സംഭരിക്കാവുന്ന എല്ലാ സൈനിക ശക്തിയും തികഞ്ഞ 1000-ലധികം വരുന്ന സൈന്യം, 1300 ആളുകൾ ഉണ്ടായിരുന്നു ബാഹ്യമായി, അതല്ലെങ്കിൽ 2000 ആളുകൾ ഉണ്ടായിരുന്നു. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ കുറെ ശൈത്താന്മാര് മനുഷ്യരൂപത്തിൽ അതും വന്നിരുന്നു എന്നർത്ഥം. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 950 പട്ടാളക്കാരാണ് ഉള്ളതെങ്കിലും യുദ്ധത്തിന് വന്നപ്പോൾ അത് മാത്രമല്ല കണ്ടത്. സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ നേതൃത്വത്തിൽ ഒരു വൻ സൈന്യം അവരെ സഹായിക്കാനും ഉണ്ടായിരുന്നു. അതൊക്കെ കൗമുമറ്റത് ഇനി കള്ളന്മാരായിരുന്നു എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ മറുവശത്ത് ഏകദേശം 2000-ഓളം സൈന്യങ്ങൾ, ഈ ലോകത്ത് സംഭരിക്കാവുന്ന എല്ലാ സൈനിക ശേഷിയും അവർക്കുണ്ട് താനും. ഇപ്പുറത്താണെങ്കിൽ അങ്ങനെ സംഭവം ഊഹിക്കുക പോലും ചെയ്തിട്ടില്ല. 2-3 ആള് വെച്ച്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല, അവർക്കറിയാം ഇങ്ങനെ ഒരു വൻ യുദ്ധം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും സംഗതി അറിയില്ല.
അബൂ സുഫിയാനും കൂട്ടരും വരുന്നുണ്ട്, അവരെ തടയണം എന്ന് പറഞ്ഞാണ്ടല്ലോ പോയത്. അബൂ സുഫിയാനും കൂട്ടരും കച്ചവടം കഴിഞ്ഞിരുന്നവരാ, അവരുടെ അടുത്തൊന്നും ഉണ്ടാവില്ല. ആ നിലക്കാണ് സാധാരണ എല്ലാവരും പോയത്. അത് കൽപ്പിച്ചൂട്ടി ചെയ്ത് തന്നെ. ഒരുങ്ങിപ്പോയിട്ട് ജയിച്ചാൽ എന്ത് മനസ്സിലാക്കും? അത് നമ്മളെ ശ്രദ്ധ കൊണ്ടും നമ്മളുടെ ആ ഒരുക്കം കൊണ്ടും വേണ്ടതായ ആയുധങ്ങളും ശക്തിയും വേണ്ടതുപോലെ സംഭരിച്ചത് കൊണ്ടുമാണ് നമ്മൾ വിജയിച്ചെന്ന് തോന്നും. അത് തോന്നരുത്, ഒരിക്കലും അത് തോന്നരുത്. നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം അവിടെ നിന്നാണ്. മേലെ ഭാഗത്തു നിന്നുള്ള സഹായം എപ്പോഴുണ്ടോ അവിടെയാണ് വിജയം. അതുകൊണ്ട് മാത്രമാണ് വിജയിച്ചത് എന്ന് ഓരോ സത്യവിശ്വാസിക്കും ബോധ്യപ്പെടണം. അതിന് നേരത്തെ ഒരുങ്ങിപ്പോയാൽ സാധിക്കൂല. അതുകൊണ്ട് ഒരുങ്ങാതെ പോയി, ഒരുക്കാതെ കൊണ്ടുപോയി എന്നർത്ഥം. അള്ളാഹുവിന്റെ റസൂലും ഒരുക്കാതെ കൊണ്ടുപോയി. യുദ്ധം ചെയ്ത് നിഷ്പ്രയാസം അവർ വിജയിച്ചു. ചരിത്രത്തിൽ ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പാഠമാവുന്ന നിലക്ക് വിശ്വസിച്ചു. ഇതിലൂടെ അള്ളാഹു തആല എന്ത്? അള്ളാഹുവിന്റെ ദീനിനെ ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്ന സമ്പൂർണ്ണ സമർപ്പണം തവക്കുലും നിങ്ങളുടെ മനസ്സിലെപ്പോഴുണ്ടോ യൻസുർക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തിത്തരും. അത് ബദറിലൂടെ കാണിച്ചു കൊടുത്തു. വഹദ് തരുന്നതിന് നേരെ മറുഭാഗം. വഹദിൽ സാമാന്യം സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറപ്പെടുമ്പോൾ 1000 ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ. പിന്നീട് അതിൽ നിന്ന് 300 ആളുകൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ നേതൃത്വത്തിൽ വഴിയിൽ വെച്ച് പിന്മാറുകയാണ് ചെയ്തത്. അത് ബോധപൂർവമുള്ള ഒരു ആസൂത്രിത പരിപാടിയായിരുന്നു, യാദർശിക സംഭവമല്ല. ജൂതന്മാരും മുനാഫിക്കുകളും കൂടി ഗൂഢാലോചന നടത്തി സംവിധാനിച്ച ഒരു തന്ത്രമായിരുന്നു അത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നബി തങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബാഹ്യമായി മദീനയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവർ കണ്ട ഏറ്റവും വലിയ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അതിൽ വലിയൊരു നേതാവ് അവർക്കില്ല. അയാൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും അയാൾ നിൽക്കുന്നിടത്ത് നിൽക്കാനും മദീനയിലുള്ള 100% ആളുകൾ സന്നദ്ധരായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഇതാണ് അയാളുടെ വിരോധവും. അയാൾക്ക് സത്യം ബോധ്യപ്പെടാനില്ല, അയാൾ ഇസ്ലാമിലേക്ക് വരാഞ്ഞത് തന്റെ നഷ്ടപ്പെട്ട അധികാരത്തിന്റെ അസൂയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾ മരിക്കുന്നത് വരെ അയാളോട് ഒരു പ്രത്യേകമായ താല്പര്യമായിരുന്നു അവർക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മുസ്ലിം സമൂഹത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചതിന് നേതൃത്വം വഹിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ആയിരുന്നു. എന്നിട്ട് പോലും അയാൾക്കെതിരിൽ നീങ്ങുന്നതിന് ശക്തമായൊരു വിഭാഗം മദീന നിവാസികൾ അനുകൂലിച്ചില്ല. ഇങ്ങനെയൊക്കെയായിട്ടും അത്രയും അയാൾ ഇവരുടെ മനസ്സിൽ സ്വാധീനിച്ച ആളാണ്. അയാൾ മുസ്ലിം അല്ല എന്നുള്ളത് ചോദിച്ചാൽ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമാനും ശക്തനും യോഗ്യനും നേതാവും ഒക്കെ ആയിരുന്നു. അഥവാ ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സൈന്യം മക്കായിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന വിവരത്തിന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കത്തയച്ചു. അപ്പോൾ തന്നെ സൈന്യത്തിന്റെ വിശദ വിവരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ വിശ്വസിച്ചെങ്കിലും മക്കം ഫത്ഹ് വരെ മദീനയിലേക്ക് ഹിജ്റ പോരാതിരുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. പുറത്തിങ്ങനെ ഓരോ ആളായിട്ട് അഭിനയിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ ഓരോ രഹസ്യ നീക്കങ്ങളും അറിഞ്ഞ് അപ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കൊടുക്കാൻ വേണ്ടി അവിടെ നിർത്തുകയായിരുന്നു. നമ്മൾ പലപ്പോഴും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഹിജ്റ പോരുന്നതിനേക്കാൾ ഖൈർ നിങ്ങൾ അവിടെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിർത്തിയേക്കുക. അതിന്റെ അവിടെ നടക്കുന്ന ഓരോ നീക്കങ്ങളും അവരുടെ വലിയ നേതാവാ. കഅബയുടെ സിഖായത്ത് അധികാരം മഹാനവർകളുടെ കൈവശമായിരുന്നു. അപ്പൊ ആ നിലക്ക് അദ്ദേഹം അറിയാതെ ഒരു കാര്യം അവിടെ നടക്കൂല. കാര്യങ്ങളിലൊക്കെ കൂടി തീരുമാനങ്ങളൊക്കെ അറിഞ്ഞാൽ ഉടനെ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവരറിയിക്കുക. അങ്ങനെ 3000 സൈന്യങ്ങൾ സർവസജ്ജരായ ഒരു വൻ സൈന്യം തന്നെ അക്കാലത്ത് പറയാം. 3000 പട്ടാളത്തോടുകൂടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീനയെ നാമാവശേഷമാക്കാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട് എന്ന വിവരം അബ്ബാസ് റളിയല്ലാഹു തആല കൊടുത്തു. ഇതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിലെ അൻസാരികളും മുഹാജിറുകളുമായ പ്രമുഖരുമായി മുഷാവറ ചെയ്തു.
അവർ വരട്ടെ, അപ്പോൾ വേണ്ടത് ചെയ്യാം എന്ന തീരുമാനത്തിലെത്തി തൽക്കാലം പ്രശ്നമാറ്റിരിക്കും. അവർ ഏകദേശം സമീപത്തെത്തി. 10 ദിവസം കൊണ്ടാണ് അന്ന് മക്കത്തുനിന്ന് അവിടെ എത്തുക. ഷവ്വാൽ 5-നാണ് അബൂ സുഫിയാനും കൂട്ടരും മക്ക ഷരീഫിൽ നിന്നിട്ട് പുറപ്പെടുന്ന ഉഹദ് യുദ്ധത്തിൽ ലക്ഷ്യം വെച്ച്. സ്വാഭാവികമായും 10-ന്റെ അന്നാണ്, അല്ല 15-ന്റെ അന്നാണ്, അല്ലെങ്കിൽ 14-ന്റെ അന്നാണ് അവരവിടെ എത്തിയത്. 14-ന്റെ അന്നാണ് എന്നുള്ളതാണ് ശരി. അപ്പോൾ അവർ കുറച്ച് സ്പീഡിൽ പോന്നിട്ടുണ്ട്. 9-ാം ദിവസം എത്തി എന്നർത്ഥം. എത്തുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിവിദഗ്ധരായ രഹസ്യാന്വേഷകരായ 2 സഹാബാക്കളെ സൈന്യത്തിന്റെ യഥാസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി അയച്ചു. അവർ വാദി ഖദീദിൽ ചെന്ന് സൈന്യത്തിന്റെ പൂർണ്ണ എണ്ണവും ആയുധബലവും വാഹനശേഷിയുമെല്ലാം കൃത്യമായും മനസ്സിലാക്കി തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കൊടുത്തു. അപ്പോ പ്രമുഖരായ സഹാബാ കിറാമുകളെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണം എന്ന് മുഷാവറ നടത്തി. മുമ്പത്തതുപോലെയല്ല, ഇത് ഇങ്ങോട്ട് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമേ അഭിപ്രായപ്പെട്ടത് നമ്മൾ എവിടെയും പോകണ്ട, ഇവിടെ നിൽക്കുക. അവർ സമീപത്തെത്തിയാൽ സ്ത്രീകളെയും കുട്ടികളെയും കോട്ടയിലാക്കുക. കോട്ട ഉണ്ടായിരുന്നു മദീനത്ത്. അവരെ കോട്ടയിൽ സുരക്ഷിതമാക്കുക. ബാക്കി നമ്മളൊക്കെ ഇരിക്കുന്നോടത്തിരിക്കുക. അവർ വരട്ടെ, കടന്നു വരട്ടെ. മദീന അന്ന് തന്നെ പട്ടണം, മക്കം പോലെയല്ല, പട്ടണമായിട്ടുണ്ട് മദീന. അപ്പോൾ തന്നെ അതായത് പ്രത്യേക തെരുവുകളും ആ തെരുവോരങ്ങളിൽ തിങ്ങി നിറഞ്ഞ വീടുകളുമാണ്. അപ്പോ ഓരോ ഗല്ലിയും കൃത്യമായി തങ്ങൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഓരോ ഗല്ലികളും കൃത്യമായി അറിയാം. അവർക്കതറിയില്ല. അവർ പുറമെന്ന് വരുന്നവരല്ലേ, അവർ മെയിൻ റൂട്ടുകളിലൂടെ വരുമ്പോൾ നമ്മൾക്ക് ഗല്ലികളിലൂടെ ചെന്ന് ചെറു സംഘങ്ങളായി അവരെ ആക്രമിക്കാം. വീട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ടും കോട്ടയുടെ മതിൽ മുകളിൽ കയറിക്കൊണ്ട് കുട്ടികൾക്ക് അവരെ കല്ലെറിയാം. അങ്ങനെ തിരിച്ചവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരാകും. അങ്ങനെ അവരെ ലക്ഷ്യം വെച്ചു വന്ന ലക്ഷ്യം നേടാനാകാതെ നമുക്കിവിടെ പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നിട്ട് തന്നെ അവരെ നേരിടാനാകും. അതാണ് നല്ലത് എന്നാണ് എനിക്ക് അഭിപ്രായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മദീനത്തെ വലിയ നേതാവാവുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറഞ്ഞു, അതാണ് അഭിപ്രായം. ഞങ്ങൾ മദീനയെ ആക്രമിക്കാൻ പല സൈന്യങ്ങളും പൂർവ്വകാലങ്ങളിലൊക്കെ വന്നപ്പോൾ പുറത്ത് ഞങ്ങൾ പോയപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് നഷ്ടമുണ്ടായത്. ആ സൈന്യത്തെ നേരിടാൻ വേണ്ടി മദീന വിട്ട് പുറത്തു പോയ എപ്പോഴുണ്ടോ അപ്പോഴൊക്കെ പരാജയവും നഷ്ടവുമാണ് ഉണ്ടായിട്ടുള്ളൂ. നേരെ മറിച്ച് ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും കോട്ടകളിലിരുത്തി നമ്മുടെ തെരുവുകളിൽ വെച്ച് നേരിട്ട എല്ലാ യുദ്ധത്തിലും നമ്മൾ വിജയിച്ച ചരിത്രമാണുള്ളത്. അതുകൊണ്ട് എവിടെയും പോവണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കും എന്ന് പറഞ്ഞു. ഈ അഭിപ്രായം സ്വീകരിച്ചില്ല എന്ന പേരും പറഞ്ഞുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും അയാൾ അനുകൂലിക്കുന്ന 300 ആളുകളും വഴിയിൽ വെച്ച് തിരിച്ചു പോന്നു. നേതാക്കന്മാരും ബുദ്ധിയുള്ളവരും കാര്യശേഷിയുള്ളവരും പറയുന്നത് ഇയാൾ വിലവെക്കുന്നില്ല. ചെറുപ്പക്കാര് കുട്ടികളുടെ അപരിചിതരായ ലോകം മനസ്സിലാക്കാത്ത കുറച്ച് ചെറുപ്പക്കാര് കുട്ടികൾ എടുത്തിയാടി എന്തെങ്കിലും പറയുന്നതിന് അതിനടക്കുന്ന ആളോ കൂടെ അടക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ തന്നെ ഇവർ ആസൂത്രണം ചെയ്തതാണ്. കുഞ്ഞാമൂല്യാര് ചെലവിന് വന്നപ്പോ കുട്ടിനെ ഒരു ദിവസം തന്നെങ്കിലും മടക്കി വിടണം എന്ന് എഴുതിയിട്ട് പെണ്ണുങ്ങളും മുതിയാപ്പോളുകൂടി ഒത്ത കഥ കേട്ടിട്ട് ഞങ്ങള് എന്നേലും ഒരു ഇവര് നേരത്തെ തന്നെ ഒത്തതാ. ഇങ്ങനെ ആവുമ്പോ എന്താവും, സത്യവിശ്വാസികളായ അൻസാരികളിൽ വലിയൊരു ഭാഗം അതിനെ അനുകൂലിക്കും. അങ്ങനെ നബിതങ്ങളുടെ സഹാബത്തിന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കി അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി യുദ്ധം പരാജയപ്പെടുത്താൻ കഴിയും. അതിനുള്ള ആസൂത്രണം ചെയ്തതായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ അത് കുറിക്കുകൊണ്ട് ആസൂത്രണവുമായിരുന്നു. അയാൾ വലിയ നേതാവാണ്, കുറിക്കുകൊണ്ട് ആസൂത്രണമാണ്. അല്ലാഹു തആല പറയുന്നു, ഇത് ഹമ്മത്തായിഫത്താനി മിൻകും അൻ തശ്സലാ വല്ലാഹു വലിയുഹുമാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ബനു സലിമ ഗോത്രക്കാരും ബനു ഔഫ് ഗോത്രക്കാരും 2 മുഅ്മിനീങ്ങളായ അൻസാരികളായ 2 ഗോത്രം. അവര് പറഞ്ഞേക്ക് നമ്മളെ വലിയ നേതാവും ബുദ്ധിമാനും ചിന്തകനും പരിചയസമ്പന്നനുമായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, പിന്നെ എന്തിനാ നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, നമ്മളും തിരിച്ചു പോകാം. നല്ല 1 നമ്പർ മുഅ്മിനീങ്ങള്. അവരുടെ യാതൊരു നിഫാഖും ഇല്ല. നിഫാഖുള്ളവർ വേറെ തന്നെ ഉണ്ട്. നിഫാഖുള്ള 300 ആൾ പോകുമ്പോ അവരാദ്യം തന്നെ യുദ്ധത്തിന് പോരാൻ ഉദ്ദേശിച്ചിട്ടില്ല.
അവരുദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾക്കിടയിൽ പിളർപ്പുണ്ടാക്കലാണ്. അത് എപ്പോഴും ഉണ്ടാവും, ഏത് സംഘടനയിലും ഉണ്ടാവും. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന മദീനത്തിന്റെ ഉള്ളിലാണ്. പുറത്ത് മുഅ്മിനായി ഷഹാദത്ത് കലിമയും ചൊല്ലി പള്ളിക്കൽ വന്ന് 5 വക്തും ജുമായും നിസ്കരിച്ച് നിസ്കാരവും നോമ്പും ഒക്കെ എടുത്ത് യുദ്ധത്തിനും പോകുന്നതുകൊണ്ട് നടക്കുന്ന ഇക്കൂട്ടര് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മുസ്ലിം സമുദായത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുക, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, ഇതിന്റെ ശക്തി ക്ഷയിപ്പിക്കുക, ഇതേ ലക്ഷ്യത്തിൽ. എന്നാൽ അവർക്ക് പുറത്തുനിന്ന് അത് ചെയ്യാൻ കഴിയൂല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ പിൻതലമുറക്കാർ ഖിയാമത്ത് നാൾ വരെ ഈ സമുദായത്തിലുണ്ടാവും. ലക്ഷ്യം തന്നെ മുസ്ലിം സമുദായത്തെ തകർക്കുക, ഉള്ളിൽ നിന്ന് തകർക്കാൻ കഴിയും. അങ്ങനെ ഒരു ലക്ഷ്യം ഏകദേശം ലക്ഷ്യം കണ്ടു എന്നർത്ഥം, പൂർത്തിയായിട്ടില്ലെങ്കിലും. ഇവരിങ്ങനെ അഭിപ്രായ വ്യത്യാസമായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വല്ലാഹു വലിയുഹുമാ. ഈ രണ്ട് വിഭാഗത്തിന്റെയും വലിയ അള്ളാഹു തന്നെ, ഈ രണ്ട് ഗോത്രങ്ങളുടെയും എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ മുഅ്മിനുകളാണ്, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളാണ്. പക്ഷേ അവരുടെ പഴയ ആചാരപ്രകാരം നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് അങ്ങനെ ചിന്തിച്ചുപോയി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എന്താക്കി? ഹക്കിന്റെ പേരിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹു, അവരാണല്ലോ മുഅ്മിനുകളായ ആളുകളായ യഥാർത്ഥ അൻസാരികളുടെ നേതാക്കന്മാര്. അവരുടെ ഉപദേശത്തിൽ മുന്നിൽ അവർ ഉറച്ചു നിന്നു. ഇങ്ങനെ വിചാരിച്ചു, പിന്നാറി പോകാൻ വേണ്ടി ശ്രമിച്ചു. ഏതായാലും ബാക്കി 700 ആളുകൾ ആണ്. അപ്പൊ അവിടെ ഇവർ ഉപയോഗിച്ച കാര്യം, നേതാവ് പറഞ്ഞത് സ്വീകരിക്കാതെ ചെറുപ്പക്കാരെ അഭിപ്രായത്തിന് വഴിപ്പെട്ടു നബി തങ്ങള് എന്നതാ കേസ്. അപ്പൊ അങ്ങനെ ഒന്ന് അവിടെ നിന്ന് തന്നെ പഠിപ്പിച്ച് വിടണം എന്ന് അല്ലാഹു തആലക്കുണ്ട്. എങ്ങനെ? ഉഹദിലെ ഈ തിരിച്ചടി മുസ്ലിം സമുദായത്തിനൊരു പാഠമാകണം. ഒരു പാഠമാകാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഇത് അല്ലാഹു തആല ലക്ഷ്യം വെച്ചതാ. കിട്ടേണ്ടത് കുറച്ചാണ് കൊടുക്കുക. എന്തേ? ഇപ്പം ഏത് മുറി ഉണക്കാൻ പറ്റുന്ന സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ ഇടയിലുണ്ട്. എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നാളെ പിറ്റേന്ന് അത് ഉണ്ടാവില്ല. ഇത് തങ്ങൾ ഇവിടുന്ന് യാത്ര പോയാൽ ഈ സമുദായത്തിന് പിന്നെ ഈ നേതൃത്വം ഇല്ലല്ലോ. അപ്പൊ പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ ഇവിടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, പരിഹാരം ഉണ്ടാക്കുക. അള്ളാഹ് എന്നോട് പറഞ്ഞു, ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യൻഖുദുൽകും ഫമൻ ദല്ലദീ യൻസുർകും ബഅദി അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ല? ചിന്തിച്ചു നോക്കിക്കൂടെ? ബദറിൽ സഹായിച്ചതുപോലെ അള്ളാഹു തആല സഹായിച്ചെന്നിരിക്കും. വഇൻ യഖ്ദുൽകും, അള്ളാഹു നിങ്ങളെ കൈവടിഞ്ഞു, ഒരു പരാജയം തന്നു, തിക്താനുഭവം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയൊന്നും വേണ്ട. വമൻ ദല്ലദീ യൻസുർകും ബഅദി, പിന്നെ ആരാ നിങ്ങളെ സഹായിക്കാൻ? ആൾ തന്നെയല്ലേ. അപ്പൊ അവൻ ഈ കൈവിട്ടതിന്റെ പിന്നിൽ എന്തെങ്കിലും പാഠങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങൾ തിരുത്തിയാൽ മതി. നിങ്ങൾ സ്വയം തിരുത്തണം. നിങ്ങൾ സ്വയം തിരുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തും. നിങ്ങൾ തിരുത്താതെ ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു മനുഷ്യരുടെയും അവസ്ഥക്ക് അള്ളാഹു യാതൊരു മാറ്റം വരുത്തൂല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരുടെ നടപടി മാറ്റണം. സ്വയം നടപടിക്രമങ്ങൾ മാറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മളിങ്ങനെ പണ്ടുണ്ട് ഇനി ആ 77, 78, 79 ഹജ്ജിന് വന്നിട്ടേ, അന്ന് ഉംറയ്ക്ക് വരാൻ തുടങ്ങിയിട്ടില്ല. ഹജ്ജിന് വന്നിട്ട് പണിയൊന്നും ഉണ്ടാവില്ല, പണിക്കായിട്ട് വരിക ഹജ്ജിന് നിറഞ്ഞാണ്ട്. എന്നിട്ട് ഇങ്ങനെ കടന്നുറങ്ങും. എവിടെയും പോയി നോക്കില്ല, കാരണം ഒന്നും അറിയില്ല. എന്തെങ്കിലും പണി പഠിച്ചണോ? പണിയൊന്നും പഠിച്ചിട്ടില്ല. ഭാഷ അറിയോ? ഒന്നും അറിയില്ല. ആ മലപ്പുറത്ത് പച്ചമലയാളല്ലാതെ ഒരു വസ്തു അറിയില്ല. എന്നിട്ട് ഇങ്ങനെ കിടക്കും 3 മാസം 4 മാസമൊക്കെ ആയിട്ട് രാവും പാലും കടന്നിങ്ങനെ ഉറങ്ങനെ. നേരത്തിന് എന്തെങ്കിലും കിട്ടും, തിന്നാൻ കിട്ടും. കുറച്ചാളുകൾ പണിയുള്ളവരുണ്ടാവും, ഓരെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മെസ്സിൽ ഭക്ഷണം ഉണ്ടാവും. എന്താ പണിയൊക്കെ എന്തൊക്കെയാ വർത്താനം? ഒക്കെ ശരിയാവുന്നത്. ആ കടത്തം കിടന്നാൽ എത്ര കാലം കൊണ്ടാ ശരിയാകുക? അങ്ങനെ ശരിയാവൂല. അക്കടത്തം കിടന്നാൽ കടന്നു തന്നെ ഉണ്ടാവുള്ളൂ. മറ്റൊരു ചെലവിന് കൊടുത്താൽ തിന്ന, ബാക്കി ഒരു വശവും നന്നാവില്ല. നന്നാണെങ്കിൽ ആ കൂട്ടത്തിലാണ്ട് ഇറങ്ങിയിട്ട് അറിയുന്ന ഭാഷ അവനാന് കിട്ടുന്നത് പറഞ്ഞിട്ട് ബേക്കുന്ന പണി. പണ്ട് അണ്ണാച്ചികൾ നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങിയ കാലത്തിലേക്ക് എന്ത് പണിയാണോ അവർക്ക് അറിയാന്ന് ചോദിച്ചാൽ എല്ലാം അറിയും. ഒരു വസ്തു അറിയില്ല. എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് എങ്ങനെ പിടിക്കലെന്നൂടി അറിയില്ല. എന്നിട്ടല്ലേ ഏത് പണി ചോദിച്ചാൽ അറിയുന്നേ പറയുള്ളൂ, അറിയില്ലാന്ന് അറിയില്ല. അങ്ങോട്ട് പോവുക ബേക്കൂലെങ്കിൽ. പണ്ട് മമ്മൂട്ടി വിചാര് അറബിയക്ക് ബിരിയാണി വെച്ചേക്ക് ആ കോലത്തില് ആകെയാണ് കഞ്ഞയെ. നല്ലോണം ചോറ് ഊറ്റാൻ മാത്രം വെള്ളം പാർന്നുകാണ്ട് കുറച്ച് ഇറച്ചും മസാലയും അരിയൊക്കെ പാടിട്ടിട്ട് അങ്ങോട്ട് തീയത്തിച്ച് കത്തിതാകെ കഞ്ഞിയായി. ഒന്നുമല്ല, ആകെ ഒരു പായസം പോലെ.
ഇത് എല്ലാം അറിയുന്ന പണിയൊന്നും ഇല്ലാതെ കുടുങ്ങിയപ്പോൾ ഒന്ന് അറിയാതെ നിന്നപ്പോ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ. അപ്പോൾ ആ സൗദിയുടെ മെസ്സാ കിട്ടിയേ. സൗദി എന്താ നിങ്ങൾക്കറിയില്ല 16 ജാതി ബിരിയാണി ഉണ്ടായിപ്പെട്ട് ഒന്നാത് പറഞ്ഞു. അപ്പൊ ബെരുകരുതി ഇപ്പം ഭയങ്കര കുക്കാണ് ലോകത്ത് ഇല്ലാത്ത എല്ലാ 16 ഒരു ബിരിയാണിനെ ഓരോ വെച്ച് നോക്കിയിട്ടില്ല. എന്നിട്ട് 16 ജാതി ബിരിയാണി അറിയായിപ്പെട്ട് ഒന്നാത് എന്ന് പറയുമ്പോ അപ്പൊ എന്നാ തുടങ്ങുന്നത് എന്നതുപോലെ അവനാനോട് വെയ്ക്കണത് അവനാ എടുക്കുക, എങ്കിലേ മാറ്റം വരുള്ളൂ. ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം നടപടി നമ്മൾ മാറ്റാതെ അല്ലാഹു തആല ഒന്നും മാറ്റൂല. അത് നന്മയിലേക്ക് നമ്മൾ മാറ്റിയാൽ അല്ലാഹു തആല നന്മ കൊണ്ട് സഹായിക്കും. തിന്മയിലേക്ക് നമ്മൾ മാറ്റിയാൽ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പാഠം പഠിപ്പിക്കും. ഇതാണ് രണ്ടും. അപ്പൊ നമ്മളുടെ നടപടിയും സ്വഭാവവും അനുസരിച്ച് അല്ലാഹു തആല അതിന് വേണ്ടത് ചെയ്തു തരികയാണ് ചെയ്യാന്ന് ചുരുക്കും. അപ്പൊ ചുരുക്കി പറയാ, ബഹുമാനപ്പെട്ട സഹാബാ കിറാമിന് ഒരു വലിയ പാഠം പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒരു മാതൃകയാവട്ടെ എന്ന നിരക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദിൽ ഒരു പുതിയ പാഠം പഠിപ്പിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഒന്നതാണ്. ബാക്കി 700 ആളുകൾ പിന്നെ ഈ നേതാക്കന്മാരുടെ ഇടപെടലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശവും അനുസരിച്ച് ഉഹദിലേക്ക് പുറപ്പെട്ടു. ഉഹദിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി സഹായിക്കും. പക്ഷേ എന്തായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്ന ലക്ഷ്യം ആയിരിക്കണം. ക്ഷമ, ഏത് പ്രതിസന്ധി വന്നാലും പതറാത്ത ക്ഷമ കയ്യേൽക്കണം. ഈ രണ്ട് കാര്യം നിങ്ങളിലുണ്ടോ, അള്ളാഹു മലക്കുകളെ അയച്ചുകൊണ്ട് നമ്മളെ സഹായിക്കും. സഹാബാക്കൾക്ക് സമാധാനായി. ബദർ ജയിച്ചതുപോലെ ഉഹദ് ജയിക്കാൻ പാടില്ല പലതുകൊണ്ടും. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദിനെ സംബന്ധിച്ച് പറയാനാണ് സൂറത്ത് ആലി ഇംറാനിന്റെ വലിയൊരു ഭാഗം ഉപയോഗിച്ചത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആലി ഇംറാൻ സൂറത്തിന് പറഞ്ഞിരുന്ന പേര് സൂറത്ത് ഉഹദിയ്യ എന്ന. പരസ്യമായി മിമ്പറിൽ വെച്ച് പ്രഭാഷണം നടക്കുമ്പോഴും ഖുതുബ ഓതുമ്പോഴും ഒക്കെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആലി ഇംറാൻ സൂറത്തിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് താൻ പറയുക, ഉഹദിയ്യ സൂറത്തിൽ അല്ലാഹു പറഞ്ഞതാണ് എന്ന്. ആ സൂറത്തിനെ പറ്റി തന്നെ സൂറത്ത് ഉഹദിയ്യ എന്ന. തുടക്കത്തിൽ ഞാൻ ഓതിയ 121 ആയത്ത് 183 ആയത്ത് വരെയുള്ള സുദീർഘമായ ഖുർആൻ ഉഹദിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ബദറിനെ പരാമർശിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അംഫാൽ സൂറത്ത് മുഴുവനായി തന്നെ ഉപയോഗിച്ച അല്ലാഹു. അതങ്ങനെയാണ്. ഒരു സംഭവം കഴിഞ്ഞാൽ, ഒരു യുദ്ധം അവസാനിച്ചാൽ അതിലെ ഗുണപാഠങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിൽക്കാൻ വേണ്ടി അല്ലാഹു തആല ഖുർആനിൽ നേരിട്ട് പരാമർശിക്കും. അത് നബി തങ്ങളുടെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട എല്ലാ യുദ്ധങ്ങളെ സംബന്ധിച്ചും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ടാണ് പരാമർശിക്കുക. അതിന്റെ കാരണം ഖിയാമത്ത് നാൾ വരെ ഇത് അനുസ്മരിക്കപ്പെടണം, മുസ്ലിം ഉമ്മത്തിന് ഇത് മാതൃകയും പാഠവുമാവണം എന്നൽക്ക്. അങ്ങനെ ആലി ഇംറാനിലാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനമായ ഒരു കാരണം വയത്തഖിദ മിൻകും ശുഹദാ, ഈ സമുദായം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. പക്ഷേ രക്തസാക്ഷികളില്ലാത്ത ഒരു സമുദായത്തിന് സ്ഥായിയായ നിലനിൽപ്പ് അസാധ്യമാണ്. അത് ഏത് പ്രസ്ഥാനത്തിനും അതാണ് അവസ്ഥ. രക്തസാക്ഷികളില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് സ്ഥായിയായ നിലനിൽപ്പ് ഈ ലോകത്തുണ്ടാവുകയില്ല. പണ്ട് പറയലുണ്ട്, ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ പാലം കെട്ടുമ്പോ പാലത്തിന്റെ കുഴിച്ചാല് കാലിന് കറുത്തക്കല്ലിടുന്നതിന് മുമ്പ് അവിടെ ചോര വെട്ടി പാരലുണ്ട്. എന്താ? ഒരു രക്തസാക്ഷിയുടെ രക്തത്തിൽ കെട്ടിപ്പടുത്തതിന് തകർച്ചയില്ല. അവരെ ചെയ്യലുണ്ടതിനോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ പോയ കാരണന്മാര് പറയും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമുക്കറിയില്ല ഓര് കണ്ടിട്ടാണോ പറയണത്, അല്ലെങ്കിൽ കണക്കൂട്ടി പറയാണോ, അങ്ങനെ പറയാറുണ്ടേതായാലും. പക്ഷെ അതിന്റെ പിന്നിൽ രഹസ്യമുണ്ട് എന്ന് മനസ്സിലായി. ഒരു രക്തസാക്ഷിയുടെ രക്തത്തുള്ളിക്ക് ആ പ്രസ്ഥാനത്തെ ഇവിടെ സ്ഥിരമായി നിലനിർത്തുന്നതിൽ ശക്തമായ സ്വാധീനമുണ്ട്.
അതുകൊണ്ട് അള്ളാഹു തആല അതൊരു ലക്ഷ്യമായിട്ട് എടുത്തു പറയാം. വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്നിട്ട് കുറച്ച് ശുഹദാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അള്ളാഹ് ലക്ഷ്യം വെച്ചതാണ്. എന്തിനാപ്പത്? തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിലൂടെ പഠിപ്പിച്ചല്ലോ. ഖുർആനു ഷരീഫ് ഈ ലോകത്തെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തതിന്റെ ലക്ഷ്യം എന്താ പറഞ്ഞത്? തുടക്കം തന്നെ എങ്ങനെയാ പറഞ്ഞത്? അലിഫ് ലാം മീം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി തന്നത് ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന്, കുഫ്രിയത്ത്, ബിദ്അത്ത്, വലാലത്ത്, ജഹാലത്ത് എന്നിങ്ങനെയുള്ള അന്ധകാരങ്ങളിൽ നിന്നിട്ടും ജനങ്ങളെ പുറപ്പെടുവിച്ച് ഇലന്നൂർ, ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കിയത്. എന്നാൽ ഇതിനെന്താ വേണ്ടത്? ഈ വെളിച്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് വേണം? അതേ സൂറത്തിന്റെ 5-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, അൻ അൻദിർ ഖൗമക, നിങ്ങളുടെ ജനങ്ങൾക്ക് തങ്ങൾ താക്കീത് തരുകയും വഅഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഈ പറയുന്ന കുഫ്രിയത്തും വലാലത്തും ജഹാലത്തുമാവുന്ന ഇരുട്ടുകളിൽ നിന്നിട്ടും ഈമാനിന്റെ നൂറിലേക്ക് മൂസാ നബിയെ നിങ്ങളുടെ ജനങ്ങളെ കൊണ്ടുവരണം. അതിനെന്താ വേണ്ടത്? വദക്കിർഹും ബിഅയ്യാമില്ലാ, വദക്കിർഹും ബിഅയ്യാമില്ലാ, അതാണ് മാർഗവും. ഖുർആൻ വന്ന ലക്ഷ്യം എന്താണോ അതേ ലക്ഷ്യമാണ് മൂസാ നബിക്ക് അല്ലാഹു തആല തൗറാത്ത് കൊടുത്തതും. ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് പുറപ്പെടുവിക്കുക. അതിനെന്താണ് അല്ലാഹു തആല മൂസാ നബിയോട് പഠിപ്പിക്കുന്നത്? വദക്കിർഹും ബിഅയ്യാമില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിച്ചതും അള്ളാഹുവിൽ നിന്നുള്ള കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടതുമായ 2 തരം അനുഭവങ്ങളുണ്ട്. ആ രണ്ടിനും പറയാം അയ്യാം എന്നാണ്. രണ്ടിനും പറയാം, അതാ രസം. വലിയ നേട്ടങ്ങൾ, വിജയങ്ങൾ ഉണ്ടായതിനും അയ്യാമുള്ള എന്ന് പറയും, വമ്പിച്ച പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായതിനും അയ്യാം എന്ന് പറയും. ഈ 2 അയ്യാമും വേണം മനുഷ്യനില്. എന്നിട്ട് അത് അനുസ്മരിക്കണം. വദക്കിർഹും ബിഅയ്യാമില്ലാ, അയ്യാമുള്ള കൊണ്ടിട്ട് അവരെ നിങ്ങൾ ഉത്ബുദ്ധരാക്കണം, ഉത്ബോധനം നടത്തി അവരെ ഉത്ബുദ്ധരാക്കണം. അവിടുന്ന് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാം നടത്തിയ ഉത്ബോധന പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, ഫിർഔൻ നേരത്തെ നടത്തിയിരുന്ന അറുകൊലയും അതിലൂടെ ബനീ ഇസ്രായേൽ നേരിട്ട കടുത്ത പരീക്ഷണങ്ങളും അയ്യാമുള്ളയായി എണ്ണിയതിനു ശേഷം സമുദ്രം മുറിച്ചു കടത്തി സുരക്ഷിതരായി മറുകണ്ഠം കടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തീഹ് മരുഭൂമിയിൽ വെച്ച് മഞ്ഞും സൽവയും ഇറക്കി ലോകത്തൊരു സമുദായത്തിനും നൽകിയിട്ടില്ലാത്ത മഹത്തായ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ കോരി വർഷിച്ചു കൊടുത്ത ഈ രണ്ടും ഒരേ സമയത്ത് തിക്താനുഭവങ്ങളും മഹത്തായ അനുഗ്രഹങ്ങളും രണ്ടും അനുസ്മരിച്ചുകൊണ്ടാണ് അവരെ നൂറിലേക്ക് ദുലുമാത്തിൽ നിന്നിട്ട് ഉത്ബോധനം നടത്തിയത് ബഹുമാനപ്പെട്ട മൂസാ നബി. അപ്പോ അല്ലാഹു തആല പറയാ, വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, തിൽക്കൽ അയ്യാം, ഈ അയ്യാമുകൾ രണ്ടും ഉണ്ടാവും എന്നർത്ഥം. അയ്യാമുള്ള എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ട് എന്ന് ഇതിന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കഠിനമായ പരീക്ഷണങ്ങളുടെയും അങ്ങേയറ്റത്തെ ദുഃഖങ്ങളുടെയും നഷ്ടനഷ്ടങ്ങളുടെയും അയ്യാമുണ്ട്, വമ്പിച്ച നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും അയ്യാമുണ്ട്. ഇത് രണ്ടും നുദാവിലുഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഞാൻ അതിങ്ങനെ കീഴ്മേലായി മറിച്ചുകൊണ്ടിരിക്കും. ഒരു വേള ഒരു സമൂഹത്തിനാണെങ്കിൽ അടുത്ത വേള മറ്റവർക്കായിരിക്കും. അതിൽ ഹക്കും ബാത്തിലും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റ സംഭവമല്ല. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തയച്ചില്ലേ? ഹുദൈബിയ സന്ധിക്ക് ശേഷം എല്ലാ രാജാക്കന്മാർക്കും കത്തയച്ച കൂട്ടത്തിൽ കിസ്റ ചക്രവർത്തിക്കും കത്തയച്ചിരുന്നു. നമുക്കൊക്കെ അറിയുന്ന നീണ്ട സംഭവമാണ്, ഞാൻ വിഷയത്തിലേക്കും കടന്നു വരുന്നില്ല. ആ കത്ത് ലഭിച്ച സമയത്ത് അദ്ദേഹം കിതാബിയാണ്, നസ്രാണിയാണ്, നല്ല വിവരമുള്ള ആളാണ് ചക്രവർത്തി. ഈ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം അന്വേഷിച്ചത് ഇവിടെ ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് വന്ന ഖുറൈശികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. അപ്പൊ നോക്കുമ്പോൾ മക്കത്തുനിന്ന് പോയ കച്ചവടക്കാരുണ്ട് അവിടെ. അവരെ വിളിപ്പിച്ചു നോക്കുമ്പോൾ അന്നും കച്ചവടത്തിന് പോയ നേതാവ് അബൂ സുഫിയാൻ തന്നെ. അബൂ സുഫിയാനെയും നേതാക്കളെയും കൊണ്ടുവരുത്തിയിട്ട് ഈ നബിയാണെന്ന് പറയുന്ന ആളുകളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ഞാനാണ്. കാരണം എന്താ, അബ്ദുമനാഫിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട ഈ രണ്ടു. അബ്ദുഷംസിന്റെ പരമ്പരയിലാണ് അബൂ സുഫിയാൻ വരുന്നതെങ്കിൽ ഹാഷിമിന്റെ പരമ്പരയിലാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരു ഉപ്പാപ്പാന്റെ മക്കളാ. അപ്പൊ ഞാനാണ് കുടുംബം കൊണ്ട് അടുത്ത് കയറുന്നത്. അങ്ങനെ മൂപ്പരെ മുന്നിലിരുത്തി ബാക്കിയുള്ളവരൊക്കെ ബേക്കിലിരുത്തി. എനിക്ക് പുറത്ത് ചോദിക്കാണ്ടുള്ള സത്യം പറയണ ആരും കളവറിയരുത്. എന്നിട്ട് ബേക്കിലുള്ളവരോട് പറഞ്ഞു, ഇയാളെ മുന്നിലിരുത്തി ബേക്കിലുള്ളവരോട് പറഞ്ഞു, രാജാവിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റൂല, നമ്മളെ അടുത്തേക്കല്ല തല പോവും. അപ്പൊ അതുകൊണ്ട് ഇയാൾ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ കളവ് പറഞ്ഞ് ഞങ്ങൾ കണ്ണുകൊണ്ടൊരു ഇഷാർത്ത് ചെയ്യണമെന്ന് ബേക്കിലുള്ളവരോട് പറഞ്ഞ്. അപ്പൊ ഇയാൾക്ക് പേടിയായി. ഇവരെന്തെങ്കിലും ഇഷാർത്ത് ചെയ്യണ്ടോന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. തിരിഞ്ഞു നോക്കിയാൽ രാജാവിന്റെ മുന്നിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ തല വെട്ടും. തിരിഞ്ഞു നോക്കാൻ പാടില്ല. ബേക്കിലുള്ളവര് കണ്ണുകൊണ്ട് ഇഷാർത്ത് ചെയ്താൽ ഇയാൾ കാണുമല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞ് രാജദർബാറിൽ കളവ് പറഞ്ഞ ആളെന്ന് പറഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വരെ അയാളെ കുടുംബ പാരമ്പര്യത്തിന് തന്നെ ചീത്ത പേര് വരും. അപ്പോൾ ഉള്ളത് പറയാം. അന്ന് തീരുമാനിച്ചു, അതായത് മാനം കേട്ട കുടുംബത്തിന് കാക്കാൻ വേണ്ടിയല്ല, അള്ളാനെ പഠിച്ചിട്ടല്ല, അന്ന് മുസ്ലിം ആയിട്ടില്ലല്ലോ, പിന്നെ മുസ്ലിമായത്. അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, നിങ്ങളും അദ്ദേഹവും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടോ? അപ്പൊ അയാൾ കരുതി ഇത് നല്ലൊരു ചാൻസാണ്. അപ്പൊ ബദറും മുഹദും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ ഈ ഇത് നടക്കുന്നത്, ഹുദൈബിയ നടക്കുന്നത്. ഞങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ച്. അപ്പൊ ഇയാൾ കരുതി ഞങ്ങളും അയാളൊക്കെ ഒരു ജാതി തന്നെയാണെന്ന് ഈ രാജാവിന്റെ അടുത്ത് വ്യത്യാസം. അത് ഞങ്ങൾ കൂട്ടത്തിൽ പോയി യുദ്ധത്തിന് പോയാൽ ചിലപ്പം ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ മൂപ്പര് ജയിക്കും. അത് രണ്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൂട്ടർ മാത്രം ജയിക്കാൻ എന്നുള്ള സ്വഭാവം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സംഗതി ശരിയാണ്. ബദറിൽ ഓർക്ക് വമ്പിച്ച പരാജയം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബക്കും വമ്പിച്ച നേട്ടമുണ്ടായി. ഉഹദിലാണെങ്കിലോ ഓരതിന് പകരം വീട്ടും ചെയ്ത്. അപ്പൊ അയാൾ പറഞ്ഞ സത്യം തന്നെയാണ്. അതിൽ നിന്ന് ഇയാൾ എന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, രാജാവ് ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കും, ഇയാൾ നബിയൊന്നുമല്ല, നബിയാണെങ്കിൽ എപ്പോഴും ജയിക്കും എന്നാണ് ഇയാൾ കണക്കുകൂട്ടിയത്. പക്ഷെ മറ്റേയാൾ വിവരമുള്ള ആളാണ്. അയാൾ ഉടനെ എന്നെ എടുത്ത് പറഞ്ഞു, കദാലിക്കൽ അംബിയാ യുബ്തലാ ബൈനന്നാസ്. അങ്ങനെ തന്നെ പണ്ടേയുള്ള നബിമാരൊക്കെ ഇബ്തിലാഹ്, കടുത്ത പരീക്ഷണങ്ങളും അടുത്ത വമ്പിച്ച വിജയങ്ങളും മാറി മാറി വരിക എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ സുന്നത്താണ്. പണ്ടുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെ അവസ്ഥ അങ്ങനെ, ചിലപ്പം ജയിക്കും, ചിലപ്പം തോൽക്കും, ചിലപ്പം ജയിക്കും, ചിലപ്പം തോൽക്കും. കാരണം എന്താ, അതൊരു പാടാണ്. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ആ ഖുർആൻ പറഞ്ഞു. ഈ വിജയപരാജയങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി മാറി വരും. അതിലൂടെ വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ബദറിൽ ഉണ്ടായ വൻ തിക്താനുഭവം, ഖുറൈശികൾക്കുണ്ടായ വൻ തിക്താനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഊഹിക്കാത്ത, സഹാബത്തും അങ്ങനെ ഊഹിച്ചിട്ടില്ല, മക്കക്കാരും അങ്ങനെ ഊഹിച്ചിട്ടില്ല. അബൂജഹലൊക്കെ കൊല്ലപ്പെടും എന്ന് വിചാരിക്കാൻ ലോകത്തൊരാൾക്ക് കഴിയില്ല. അത്ര വലിയ ലീഡറാണ് അയാള്. തന്നെയല്ല, 30ഓളം സൈന്യങ്ങൾ 24 മണിക്കൂറും ബദറിൽ വന്ന സമയത്ത് 24 മണിക്കൂറും സെക്യൂരിറ്റി ആയിട്ട് 30 വൻ ശക്തരായ സർവായുധ സജ്ജരായ പട്ടാളക്കാരെ അയാൾക്ക് എപ്പോഴും ചുറ്റും ഉണ്ടായിരുന്നു. ഈ 30 അംഗത്തെ ഭേദിച്ചിട്ട് വേണം ഇയാൾ അടുത്ത് കടത്താൻ. കാരണം എന്താണ്, അയാൾ അത്രയും വലിയ സൂപ്പർ ലീഡറാണ് അയാളെ. അയാൾ പോകാൻ പാടില്ല. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും വലിയ ലീഡർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് പകരം വീട്ടണമെങ്കിൽ ലീഡർ വേണം. അങ്ങനെ സുരക്ഷിതത്വം കൊടുത്ത ഈ ലീഡർ ശരിക്ക് പ്രായപൂർത്തി എത്തിയണോ ഇല്ല എന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്ന 2 കുട്ടികളെ വെട്ടേറ്റിട്ടാ വരിച്ച്. അവിടെയാണ് രസം. കൗത്ത അർത്ഥതാണെങ്കിലോ അതയിലേറെ രസം. അവസാനം വെട്ടിത്തള്ളിട്ടിട്ടുള്ളൂ. കുട്ടികളാണ്, ചെറിയ മക്കളെ. ഖാലിദും ഖല്ലാദും, അംറു ഇബ്നു ജമുഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ 2 ചെറിയ മക്കള്, ചെറുപ്പക്കാർ, പ്രായപൂർത്തി ഇങ്ങനെ ആയിട്ടുള്ളൂ. 15 വയസ്സായ ഓർഡർ കൊടുക്കാം. അങ്ങനെ പോകുന്ന കുട്ടികളാ. ഇത്രയും വലിയ ലീഡറെ ഈ ചെറിയ 2 പൈതല് മക്കള്. ഇയാൾ ആകെ ഒരു സങ്കടം, അബൂജഹൽ ചാടുന്നതിന് മുമ്പ് പറഞ്ഞ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന്, ആ ഹംസത്തിന്റെ കൈകൊണ്ടോ ഉബൈദത്തിന്റെ കൈകൊണ്ടോ അലിന്റെ കൈകൊണ്ടോ ഒക്കെ മരിക്കുകയാണെങ്കിൽ ഒരു അന്തസ്സുണ്ടേനി. അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണല്ലോ, ഖുറൈശികളുടെ നേതാക്കന്മാരായ ഒരു അന്തസ്സുണ്ട്. അതിന് മതിയായവരാണ് അവര്. അപ്പൊ വയറ് അക്കാര്യൻ ഖത്തലനി, ആ മദീനത്തെ കൃഷിക്കാരായ 2 പിള്ളേരെ കൈകൊണ്ടായിപ്പോയല്ലോ എന്റെ അവസാനം. അത് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. 2 കർഷകരായ ചെറുപ്പക്കാര് കുട്ടികളെ കൈകൊണ്ടായിപ്പോയി എന്റെ അവസാനം. അതിലേ എനിക്ക് സങ്കടമുള്ളൂ. എന്തുകൊണ്ടത് സാധിച്ചു നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് മാത്രം. വൻ ശക്തരായ സ്വന്തം മകനായിരുന്ന ഇക്രിമത്ത് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള 30 ആളുകൾ തലേ രാത്രി മുതൽക്ക് യുദ്ധം കഴിയുന്നത് വരെ എന്ന് പറയാം ഇയാൾക്ക് ചുറ്റും വലയം സൃഷ്ടിച്ചുകൊണ്ട് ഒരാൾക്കും അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു മുളങ്കൂട്ടത്തിന്റെ നടുവിലുള്ള പന പോലെ എന്നാണ് ചരിത്രം തന്നെ പറയുന്നത്. ഇയാള് ഒരു മുളങ്കൂട്ടത്തിന്റെ നടുവിലുള്ള പന, ആ പന മുറിക്കണമെങ്കിൽ ഈ മുളങ്കൂട്ടം വെട്ടി മാറ്റണം. അത്രയും സുരക്ഷിതം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ചെറിയ 2 പൈതൽ മക്കളുകളാ അയാളെ വെട്ടിത്തള്ളിയിട്ട്
പിന്നെ നിബിധങ്ങൾ പറഞ്ഞു എവിടെ നമ്മളെ മറ്റേ വലിയ മൂപ്പര് ഒന്ന് കാണുന്ന ഒന്ന് അടയാളത്തിന് തല മുറിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും പോയി. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പോയി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞാൽ എത്രയുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. ഒരു മനുഷ്യൻ ഇങ്ങനെ നിലത്തിങ്ങനെ കുത്തിരിക്കാം, എന്നിട്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ വന്നാ രണ്ടുപേരും ഉയരിക്കാരെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ നിലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഇരിക്കുന്ന മനുഷ്യന്റെ അടുത്ത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ചെന്ന് നിന്നാ രണ്ടും തുല്യ ഉയരിക്കാരെന്ന്. അപ്പോ ഒരു 2 മുഴം അല്ലെങ്കിൽ 2.5 മുഴം ഉയരമുള്ള ഇത്ര പോന്ന ചെറിയ ഒരു മനുഷ്യൻ, ഇൽമു കൊണ്ട് നിറക്കപ്പെട്ട വലിയൊരു മഹാൻ, പക്ഷേ വലുപ്പം കൊണ്ട് ഇത്രയും ചെറ. അതുകൊണ്ട് തന്നെ മക്കത്ത് മുമ്പിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ആട് വെച്ചിട്ടാ, ആട് വെച്ച് ജീവിക്കുന്ന ഈ ആട് മേക്കുന്ന ചക്ക എന്നാണ് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇവൻ വിളിക്കുന്നത്. എപ്പോ ചാകാൻ കിടക്കുമ്പോ. എന്നിട്ട് ഈ വീണ് കിടക്കുന്ന അബൂജാഹിലിന്റെ നെഞ്ഞത്തേക്ക് കയറാൻ നമ്മക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാലെടുത്ത് വെച്ച് കയറാ, ഇത് പറ്റി പിടിച്ച് കയറേണ്ടി വന്നു എന്ന് പറഞ്ഞു. അത്രേ ഉള്ള ആള്. എന്നിട്ട് ആകെയാണ് അദ്ദേഹമാണ് ഇവന്റെ നെഞ്ഞത്ത് കയറിയിരുന്ന് വാളുകൊണ്ട്. അപ്പൊ മൂപ്പര വാള് അതിനനുസരിച്ച വാളുമല്ലേ ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ട് മുറിച്ചു നോക്കുമ്പോ മുറിയണില്ല. അതിൽ അബൂജാഹിൽ മുഖത്തേക്ക് തുപ്പി ചാകാൻ കിടക്കുമ്പോ. എനിക്കൊരു ആയുധാഭ്യാസം പഠിപ്പിച്ചെന്ന് എന്റെ അമ്മാനെ പറയണടാ, വാള് വേണമെങ്കിൽ അത് എന്റെ അവിടെ അടുത്ത് മുറിക്കടാ. അങ്ങനെ ഓന്റെ ബാള് ഊരിയെടുത്ത് എടുത്താൽ മാത്രം വലിപ്പം ഞാൻ എന്നാലും ഏതായാലും ആട്ടെ ഊരിയെടുത്തിട്ട് കൊണ്ട് കൗത്ത് പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാഠം കൊടുത്തതാണ്, ഊഹിക്കാൻ പോലും കഴിയില്ല. അക്കെടുക്കുന്ന ചാക കിടക്കുന്ന കടക്കത്തിൽ ആ കൈകൊണ്ട് ഒരു തട്ട് കെട്ടിയാൽ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല തെറിച്ചു പോകും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഊഹിക്കാൻ കഴിയാത്ത നഷ്ടം കൊടുത്തു. 70 പ്രമുഖരായ നേതാക്കന്മാർ നഷ്ടപ്പെട്ടു. മക്ക ആകെ അനാഥമായി. മക്ക അക്ഷരാർത്ഥത്തിൽ അനാഥമായി. പിന്നുള്ളൊക്കെ കുട്ടികൾ വളർന്നു വന്നവരാ ഈ കൊല്ലപ്പെട്ടവരുടെ. അപ്പോ അവർക്ക് പകയായി. ഞാൻ പറഞ്ഞു നീട്ടല്ല. ആർക്ക്? മക്കയിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഇസ്ലാമിനോടും മദീനത്തിനോടും നബിയോടും കടുത്ത പക. ഈ പക കൽബിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സൂര്യപ്രകാശം പോലെ വെളിച്ചം സത്യം കണ്ടാലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല ആരും. അവർ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. ഒരാളോട് നമുക്ക് പക മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അയാളിങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്നു പോയാലും പറയും അതൊക്കെ ഓന്റെ ജാലവിദ്യയാണ്, മേജിക്കാണ്, അതൊന്നും ഓന്റെ കറാമത്തായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടെന്ന് പറയും. അത് മനുഷ്യന്റെ പ്രകൃതിയുള്ള ഗുണമാണ്. അപ്പൊ അല്ലാഹു തആല മക്കയിൽ നിന്നുള്ള വലിയൊരു വിഭാഗത്തെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. പക്ഷെ ബദർ അതിന് തടസ്സാ. നമ്മൾ മനസ്സിലാക്കിയേക്ക് അനുകൂലമല്ല, മറ്റുള്ളവർക്ക് അത് അനുകൂലായി. മക്ക മുശ്രിക് ഖുറൈശികളല്ലാത്തവർക്കൊക്കെ ബദറിലെ വിജയം സത്യത്തിലേക്ക് ഹിദായത്തിലേക്ക് അടുത്തു വരാനുള്ള കാരണമായി. പക്ഷേ ഇസ്ലാം മുഖ്യമായി ലക്ഷ്യം വെക്കുന്നത് ആ ഖുറൈശികളാണ്. അത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്. അവരിലൂടെ ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിർത്താൻ അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അവരാണ് എന്നും നേതാക്കള്. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിന്റെ നേതൃത്വം ഖുറൈശികളിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ അധികാരമായിക്കൊള്ളുന്നില്ല, ആത്മീയമായിരിക്കാം. ഏതായാലും ഖുറൈശികൾക്കാണ് അൽ ഇമാമത്ത് ഫി ഖുറൈശ്. നബി തങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാ, ദീനിന്റെ ഇമാമത്ത് നേതൃത്വം ഖുറൈശികളിൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പൊ അവരെ നന്നാക്കി എടുക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. പക്ഷേ ബദർ അതിന് തടസ്സായി. കാരണം പക കൊണ്ട് ഇനി എന്തായാലും അവർ വരൂല. അപ്പൊ അതിനൊന്ന് പക വീട്ടാനുള്ള ഒരു ചാൻസ് കൊടുക്കുക, പക വീട്ടാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. അങ്ങനെ പക വീട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഓലും ഒക്കെ ഒരു കണക്കാ. എന്താ ഇപ്പൊ അവിടെ 70 ഓലും ഒന്ന് ഇവിടെ 70 നമ്മളും ഒന്ന് കണക്കിന് കണക്ക് കയറുന്നു. അപ്പൊ ഈ പക പോയി. പക പോയാൻ പിന്നെ നിഷ്പക്ഷമതിയായി. അവന്റെ മുന്നിൽ സത്യം പറഞ്ഞാൽ കേൾക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ കൊല്ലപ്പെട്ടവരുടെ മക്കളൊക്കെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഉഹദ് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൽപ്പെട്ട ഒറ്റ ഒന്നും വരൂല. അതാണ് നോക്കണ്ടേ. ഉഹദിൽ അതിന് സമാനമായില്ലേ, ഒട്ടും കുറവില്ലല്ലോ. അപ്പുറത്ത് അബൂജഹലിനെ കൊല്ലപ്പെട്ടെങ്കിൽ ഇവിടെ ആരാ കൊല്ലപ്പെട്ടത്? സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ അസദുല്ലാഹി വഅസദു റസൂലിഹി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടു. അതുകൊണ്ടായില്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിന്റെ മോന് മച്ചുനൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഹംസ റളിയല്ലാഹു അൻഹുവിനൊപ്പം കിടക്കുന്നവരാ ഓർമ്മയില്ല.
അതാണ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ്. അമ്മായിന്റെ ആനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിന്റെ ആനാണേ. ഉമൈമ എന്ന് പറഞ്ഞ അമ്മായിണ്ട് നബി തങ്ങൾക്ക്, അബ്ദുൽ മുത്തലിബ് മോള് ഉമൈമ. ആ ഉമൈമന്റെ മോനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുൽ മുത്തലിബിന്റെ മകനെയും അബ്ദുൽ മുത്തലിബിന്റെ പേരമകനെയും കൊലപ്പെടുത്തിക്കൊണ്ട് അബൂജഹലിനും ഉത്ബത്തിനും ഷൈബത്തിനും അവർ പകരം വീട്ടി. സമാധാനായി. അബൂജഹലിനെ കൊന്നെങ്കിൽ ഹംസത്തിനും ഞങ്ങൾ കൊന്നിണ്, ഉത്ബത്തിനും ഷൈബത്തിനും കൊന്നിണെങ്കിൽ അബ്ദുള്ളനെയും മുസാബിനെയും ഞങ്ങൾ കൊന്നിണ്. സമാധാനായി. പകപോയി. അപ്പൊ ഇതുകൊണ്ട് 2 ലക്ഷം മേടി. ഇവർക്ക് ശ്രോതാക്കന്മാരായ സ്വർഗത്തിൽ നിത്യജീവൻ കിട്ടുകയും ചെയ്തു. മറ്റൊരു കൽബിന്ന് പക പോയി ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ കാരണമായി. പിന്നെ ഷഹാദത്ത് അവർ വാങ്ങിയ നമ്മൾ പല പ്രാവശ്യം ഉണർത്തിയതാണ്, അവർ ചോദിച്ചു വാങ്ങിയതാണ് ആ ഷഹാദത്ത്. അങ്ങനെ സംഭവിച്ചു പോയതല്ല. മറ്റൊരു പറയും പോലെ, ഏത് ഈ മുബ്തദീങ്ങൾ പറയും പോലെ അങ്ങനെ സംഭവിച്ചു പോയതൊന്നും അല്ല അത്. എന്തുകൊണ്ട്? ബദർ യുദ്ധം കഴിഞ്ഞ്, നമ്മളെ പലപ്പോഴും പറഞ്ഞ ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിയിൽ വെച്ച് തങ്ങൾ മുഷാവറക്ക് വെച്ചു കാര്യം. ഈ മുഷാവറിന്റെ ഇടയിൽ തടവുകാരെന്ത് ചെയ്യണം എന്നായി. 70 ആൾ തടവുകാരും ഉണ്ടായിനല്ലോ. 70 ആളിൽപ്പെട്ട ഒരാളെ മാത്രം അവിടെ കൊന്നു. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ പലരും പല അഭിപ്രായം പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒറ്റൊന്നിനില്ലാതെ കൊന്നുകളയണമെന്നും, മാത്രമല്ല ഏറ്റവും അടുത്ത ബന്ധുക്കൾ തമ്മിലായിക്കോട്ടെ കൊല്ലല്. ആ ഹംസന്റെ കൈ കൊടുക്കുക ഇയാളെ വിളിച്ചിട്ട്, അബ്ബാസിനെ. അങ്ങനെയുണ്ട്. അബ്ബാസിനെ ഹംസന്റെ കൈ കൊടുക്കി, ഏട്ടനെ 5 കൊല്ലട്ടെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു 2 വയസ്സ് കുറവുള്ള ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഏട്ടനാ നോക്കണ്ട, അങ്ങോട്ട് തട്ടിക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും സ്വന്തം ഏട്ടനി 5 എളാപ്പാനി മൂത്താപ്പാനി ആ നോക്കണം. അങ്ങ് ഈമാനിന്റെ മുന്നിൽ കുടുംബബന്ധം നമുക്ക് ഭർത്താനല്ല എന്ന് ലോകം പഠിച്ചോട്ടെ. മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിനൊക്കെ എത്ര നേരം വേണം? അതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല മലഞ്ചരുവാടെ എല്ലാവരും കൂടിയിട്ട് കുറെ ബെറ് കണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് തിരിച്ചിടുക, ആ അമുക്കുകളെ ഒക്കെപാടെ പിടിച്ചിട്ട് അയക്കാണ്ടിട്ടാണ്ട് കരിച്ചു കളയാ, മൂട്ടനെ കൊല്ലും പോലെ. ഇതിലൊന്നും കൊണ്ടിറക്കാം. ഓരോന്നിനെ വെട്ടിക്കൊല്ലണമെങ്കിൽ മനുഷ്യൻ കിടണ്ടേ? അങ്ങനെ അതൊക്കെ ന്യായമായ അഭിപ്രായങ്ങളുമാണ്. അവരുടെ അവസ്ഥയിൽ നോക്കുമ്പോൾ ന്യായമായ അഭിപ്രായങ്ങളാണ്. പക്ഷെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അതേ സ്വഭാവമുള്ള മനുഷ്യനാണ്. സംഗതി ഒരു മോശപ്പെട്ടവർ തന്നെയാണ് ഒരു ചെയ്ത് ഗുരുതരമായ തെറ്റാണെങ്കിലും ഏതൊരു മനുഷ്യനും തെറ്റുപറ്റുമല്ലോ. ഒരിക്കൽ നമ്മളൊരു മാപ്പ് കൊടുക്കുക, വിട്ടുകൊടുക്കുക. എന്നാ ബുദ്ധിയുള്ളവർ ചിന്തിക്കും, നമ്മൾ വേണ്ടാത്തതിന് പോയി നമ്മൾ കുടുങ്ങി, എന്നിട്ടും അവരുടെ കാരുണ്യം കൊണ്ട് വിട്ടുവന്നല്ലോ. അപ്പൊ ഹിദായത്തേക്ക് വരാൻ ഇനി ഓരോന്നും വന്നിട്ടില്ലെങ്കിലും അതിലൊരു കുട്ടികൾ മക്കൾ ഉണ്ടായിട്ട് അവരാരെങ്കിലും നാളെ പിറ്റേന്ന് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുണ്ടായ അതിലല്ലേ കാര്യം. കൊന്നിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാ? അതാണ് പോയി കിട്ടുന്നല്ലാതെ എന്ത് ഗുണ? അപ്പൊ നബി തങ്ങൾക്ക് ആ അഭിപ്രായത്തിനോടാണ് അനുഭവം ഉണ്ടായത്. ഒരു തീരുമാനം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 2 ആളോട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പിന്നെ ഇനി 3ാമത് ഒരാളോട് ഞാൻ മുഷാവറ ചെയ്യൂല. ആരോട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ 2 ആളോട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ 3ാമത് ഒരാളോട് മുഷാവറ ചെയ്യൂല. നിങ്ങൾ 2 അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു തീരുമാനിക്കാൻ ആവശ്യമുണ്ട്. 2 ആൾ ഒഴിവാക്കാൻ വയ്യ. എന്നാൽ 2 അത്രയും ഫിറ്റായ അഭിപ്രായങ്ങളാണ്. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം വളരെ ശരിയാണ് ആദർശപരമായി നോക്കുമ്പോൾ, മറ്റൊന്ന് കാരുണ്യം കൊണ്ട് നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം. നിങ്ങൾ 2 ആൾ അഭിപ്രായ വ്യത്യാസമായി ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അള്ളാഹുവിന്റെ തീരുമാനം പോലെ ചെയ്യാൻ നമുക്ക്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പറഞ്ഞു, 2 എടുക്കുക തീരുമാനം ഓക്കെയാണ്, 2 നല്ല തീരുമാനങ്ങളാ. പക്ഷെ ഒരു കേസുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് നേട്ടമാണ്, വൻ നേട്ടം. 70 140 കഥ കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇനി ഖുറൈശികൾ തലവെക്കൂല. ആ ഭാഗത്തു നിന്നുള്ള ഭീഷണിയാണ് ഇല്ലാണ്ടാവും. ഓക്കെയാണ്. അതേസമയത്ത് കാരുണ്യം എന്ന് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാ. അതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനോടും തിരുനബി തങ്ങളുടെ റഹ്മത്തുൽ ആലമീനോടും കൂടുതൽ യോജിപ്പ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇവരെ വെറുതെ വിട്ടാൽ അടുത്ത കൊല്ലം തത്തുല്യരായ 70 എണ്ണം നിങ്ങളിൽ നിന്ന് കൊല്ലപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. ആരും എന്താ തിരഞ്ഞെടുക്കുക? ഈ വലിയ ശത്രുവിന്റെ മോനയൊടിക്കാൻ കഴിയാം. ഇനി ആ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഇല്ലാതിരിക്കുന്ന അള്ളാന്റെ ദീന് ശരിക്കും പ്രബോധനം നടത്താലോ.
അങ്ങനെ തന്നെ ഇവര് നേരെ മറിച്ച ഈ വിവരം നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഇങ്ങനെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, രണ്ടും തീരുമാനിക്കാം, ഇവരെ വെറുതെ വിടുകയാണ് നല്ലത്. അങ്ങനെ വിടുകയാണെങ്കിൽ പക്ഷേ അടുത്ത പോലെ 70 ആള് നമ്മളെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെടും. ഇവരെപ്പോ കൊന്നു കളഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള ഭീഷണി തന്നെ എന്നേക്കുമായി അവസാനിക്കുന്നു. അത് കേട്ടത് ബൗദ്ധി, കേൾക്കാത്തത് ബൗദ്ധി. സഹാബത്ത് പറഞ്ഞു, വിട്ടാളി ഒന്നും വാങ്ങണം, ഒക്കെ പോയിക്കോട്ടെ, നമുക്ക് അടുത്ത പോലെ 70 ആള് ചെയ്താകാറിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ മരിക്കാതെ എന്നും നിത്യജീവല്ലേ. ഒരാൾക്ക് 70 ആൾക്കെങ്കിലും സ്വന്തം കുടുംബത്തിന് ഷഫാത്ത് ചെയ്യാൻ അധികാരമില്ലേ? ഒരു ഷഹീദിന് 70 ആള് തന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഷഫാത്ത് ചെയ്യാൻ അധികാരമുണ്ട്. അങ്ങനെ 70 കുടുംബത്തിൽപ്പെട്ട 70 ആളുകളെ ഷഫാത്ത് ചെയ്ത് രക്ഷിക്കും ചെയ്യാം. ഇവർക്ക് നിത്യജീവിതം കിട്ടല്ലേ, ഞങ്ങൾക്ക് അത് മതിയാറ്. അങ്ങനെ അവര് തെരഞ്ഞെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിട്ട്. അപ്പൊ ഷഹാദത്ത് അവർ ചോദിച്ചു വാങ്ങിയതാ. ഒന്ന് ഷുഹദാ ഉണ്ടാകുക എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ്. മറ്റൊന്ന്, ഒരു പ്രതികാരം ചെയ്യാൻ ഒരു ചാൻസ് കൊടുക്കാതിരുന്നാൽ ഖുറൈശികൾ ഇസ്ലാമിലേക്ക് വരില്ല. അപ്പൊ അവരുടെ പക നീട്ടി അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള വാതില് തുറന്നു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, യുദ്ധത്തിന് പോകുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സഹാബാക്കിറാമുകൾ ദുആ ചെയ്തതല്ലേ. അബ്ദുല്ലാഹിബ്നു ജാഹിഷ് റളിയല്ലാഹു തആല അൻഹും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹും ഉഹദ് നടക്കുന്ന വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച വാലാണല്ലോ ഇത് നടക്കുന്നത്, വെള്ളിയാഴ്ച രാത്രി എല്ലാവരും ഉഹദിലെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടാണ് സൈനിക സജ്ജീകരണങ്ങളൊക്കെ നടത്തി പോകുന്നത്. അങ്ങനെ രാത്രി അവിടെ തമ്പടിച്ച് രാവിലെയാണ് യുദ്ധം നടക്കുന്നത്. അന്ന് രാത്രി 2-3 ആളുകളായി കൂട്ടം മാറി നിന്ന് ദുആ ചെയ്യാം. അതിൽ കൂട്ടത്തിൽ പറയാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹും ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹും കൂടി നമ്മൾ ദ്വാരക്കുക. നിങ്ങൾ ദ്വാരക്കുക ആദ്യം, ഞാൻ ആമീൻ പറയാന്ന്. ആര് പറഞ്ഞു? ഹംസ റളിയല്ലാഹു തആല. അങ്ങനെ സഅദ് റളിയല്ലാഹു തആല അൻഹു ദ്വാരക്കുക, റബ്ബേ നാളെ യുദ്ധത്തിന് വരുമ്പോ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനും ധീരനുമായ ഒരു യോദ്ധാവിനെ എനിക്ക് തരണം. അവനും ഞാനുമായി കടുത്ത യുദ്ധം നടക്കുകയും അവസാനം എനിക്കവനെ കീഴ്പ്പെടുത്തി അവനെ കൊലപ്പെടുത്താനും അവന്റെ ആയുധങ്ങളും ഉടയാടകളും സ്വന്തമാക്കാനും എനിക്ക് നീ തൗഫീഖ് ചെയ്യണേ. അബ്ദുല്ലാഹിബ്നു ജാഹിഷ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറഞ്ഞു. പിന്നെയാണ് അബ്ദുല്ലാഹിബ്നു ജാഹിഷ് റളിയല്ലാഹു അൻഹു ദ്വാരക്കുന്നത്. അബ്ദുല്ലാഹിബ്നു ജാഹിഷ് റളിയല്ലാഹു തആല ദ്വാരക്കുന്നു, റബ്ബേ നാളെ യുദ്ധത്തിനെത്തിയാൽ ആ സൈന്യത്തിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന ഒരു പടയാളിയെ എനിക്ക് എതിരാളിയായി തരികയും അവനും ഞാനുമായി ശക്തമായ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ എന്നെ കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടതിന് ശേഷം എന്റെ കണ്ണ് ചൂന്ന് കാത് മുറിച്ച് മൂക്കറുത്ത് നാവ് മുറിച്ച് അംഗങ്ങൾ ഓരോന്നും മുറിച്ചെടുത്ത് എന്റെ നെഞ്ഞ് കുത്തിക്കീറി കരള് പുറത്തെടുത്ത് മാലയാക്കി കോർക്കപ്പെടണം. എന്നിട്ട് നാളെ നിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ നീ ചോദിക്കണം, അബ്ദുള്ള നിന്റെ കണ്ണും കാതും നിന്റെ കരളും ശരീരത്തിന്റെ അവയവങ്ങളും നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ റബ്ബേ നിന്റെ ദീനിനു വേണ്ടി ഞാനതൊക്കെ സംഭാവന ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിയണം. നേരത്തെ പറഞ്ഞ കരാർ അനുസരിച്ച് ആമീൻ പറയാതൊക്കെ നിവൃത്തിയില്ലല്ലോ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആമീനും പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ജാഹിഷ് റളിയല്ലാഹു തആല അൻഹു ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉണ്ടായിരുന്ന അതേ പക അബ്ദുല്ലാഹിബ്നു ജാഹിഷ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചെയ്തതുപോലെ ഓരോ അവയവങ്ങളും മുറിച്ച് കഷ്ണമാക്കി എടുത്ത് മാലയിൽ കോർത്തൊരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ മാലയായി കെട്ടി തൂക്കിയിരുന്നു. അവര് ചോദിച്ചു വാങ്ങിയതാ. ഹംസ റളിയല്ലാഹു തആല അൻഹു രാത്രി ദുആ ചെയ്തത്, പടച്ചവനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ളവർക്ക് ലക്ഷങ്ങൾ സംഭാവന ചെയ്യാൻ കഴിവുണ്ട്. അവരുടെ ദേഹം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ തന്നെ പണം കൊടുത്ത് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നുണ്ട് റബ്ബേ. പാവപ്പെട്ട ഹംസക്ക് ഈ ഉടുത്ത തുണിയല്ലാതെ ദുനിയാവിലൊന്നുമില്ല. അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ട് തരില്ല, എല്ലാം അല്ലാഹുവിന് കൊടുത്തു കഴിഞ്ഞത് ഈ ശരീരമല്ലാതെ എന്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഒറ്റ ഒരു കരിമ്പടമാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു ആകെ ധരിച്ചത്. ഒരു തുണിയും ഒരു കുപ്പായും എടുക്കാനില്ല, ഒറ്റ തുണി. ആ തുണി ഇങ്ങനെ കൗത്തുകൂടെ കെട്ടിയതാ, അത് മാത്രമേ ഉള്ളൂ. എന്റെ ഈ ശരീരമല്ലാതെ പാവപ്പെട്ട ഹംസക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ ശരീരം ഞാൻ നിനക്ക് സംഭാവന ചെയ്തിരിക്കുന്നു, ഇതിനെ പൂർണ്ണമായി നീ എന്നിൽ നിന്നിട്ട് ഏറ്റെടുക്കണം എന്ന് ദുആ ചെയ്യുകയും അള്ളാഹു അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ സ്വയം ഏറ്റെടുത്ത ചോദിച്ചു വാങ്ങിയ ഷഹാദത്താണ്. എന്തിന്? ഈ ദുനിയാവിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുപോലേ. അംർ ഇബ്നുൽ ജമുഹ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ വേറൊരു വയസ്സനുണ്ട്, രണ്ടാളും. ജമുഹ് റളിയല്ലാഹു തആല ആദ്യം തന്നെ നിർബന്ധം പറഞ്ഞ് മക്കളോട് വാശി പിടിച്ച്, 4 മക്കളുണ്ടല്ലോ, ആ മക്കളോട് വാശി പിടിച്ച് മക്കൾ പറഞ്ഞു നിങ്ങൾ പോരേണ്ട ആവശ്യമില്ല, പാപ്പാക്ക് ഒരു കാര്യം കൊണ്ട് ഇങ്ങനെ 70 വയസ്സ് കഴിഞ്ഞു ചെയ്തിന്,
ഒരു കാല് മുടന്താണ്. ലൈസ അലൽ അഅ്മാ ഹറജുൻ വലാ അലൽ അഅറജി ഹറജുൻ വലാ അലൽ മരീദി ഹറജുൻ. രോഗികൾ യുദ്ധത്തിന് പോകാത്തതിന് കുറ്റമില്ല. അതുപോലെ തന്നെ അംഗഭംഗമുള്ളവർ, അംഗത്തിന് തകരാറുള്ളവർ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. കണ്ണ് കാണാത്തൊരു യുദ്ധത്തിന് വേണ്ട, അള്ളാഹ് പറഞ്ഞതാ. അപ്പോ അള്ളാഹ് ഉദ്ർ കൊടുത്താൽ നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്, 4 മക്കള്, എന്തിനും പോകുന്ന ഞങ്ങളുണ്ട്, ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വാപ്പയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് സമ്മതമായില്ല. നബി തങ്ങൾ അടുത്ത് ചെന്ന് കരഞ്ഞു ചെന്ന് കണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഏതായാലും വയസ്സായി, എനിക്ക് ഈ കാലിങ്ങനെ, ഞാൻ ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അതിലാണ് ഷഹീദായാൽ എനിക്ക് ഈ കാല് ചൊകായിട്ട് 2 കാലുകൊണ്ട് സ്വർഗത്തിൽ ചൊകി നടക്കാൻ വയ്ക്കൂലേ? അത് വയ്ക്കൂ. എന്റെ മക്കളതിന് സമ്മതിക്കണില്ല, എന്റെ മക്കളതിന് എനിക്ക് സമ്മതിക്കണില്ല, തങ്ങളത് സമ്മതം വാങ്ങിത്തരണം എനിക്ക്. അപ്പൊ നബി പറഞ്ഞു, നിങ്ങൾക്ക് എതിറുണ്ട്, അള്ളാഹ് നിങ്ങളെ എതിർ തന്നവരിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞെങ്കിലും മക്കളെ ഒളിച്ചാണ്ട് മക്കളെ ഒരു പക്ഷെ ഷഹീദാകുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടല്ലേ, എന്തിനാ നിങ്ങൾ വാപ്പാനെ തടയുന്നത്? അങ്ങനെ ഒരു മാനില്ലാ മനസ്സോടെ മക്കൾ സമ്മതിച്ച് നബി തങ്ങള് സമ്മതം കൊടുത്തു. അങ്ങനെ പൂതിയുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഖിബിലക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് അംർ ഇബ്നു ജമുഅ റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത ദുആ, പടച്ചവനെ, ഞാൻ എന്നെ മാത്രം നിനക്ക് സംഭാവന ചെയ്ത് ഈ തടിയുമായിട്ട് ഇനി എന്റെ വീട്ടിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് നീ എന്നെ ഹായ്ബാക്കി മടക്കല്ലേ പടച്ചവനെ. ദുആ ചെയ്ത് ഈ യുദ്ധത്തിൽ ഷഹീദായിട്ട് സ്വന്തം പങ്ങള് അതല്ലെങ്കിൽ ഭാര്യ ഈ മയ്യത്തെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് കൊണ്ടുപോകുക, ആങ്ങളനെയും ഭർത്താവിനും കൂടി. ജാബിർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു തആല അൻഹു അത് ആങ്ങളെയാണ്. അംർ ഇബ്നു ജമുഅ റളിയല്ലാഹു തആല അൻഹു ഭർത്താവാണ്. ഇന്ദു എന്ന പെണ്ണിന്റെ പേര്. 2 ആളും കൂടി, പിന്നെ ഖല്ലാദ് അറിയുന്ന മകനുണ്ട്, മകനും ഷഹീദായിട്ടുണ്ട്. ഇവരെ മയ്യത്ത് ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് മദീനത്തേക്ക് കൊണ്ടുപോകുക. ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിരുത്തി കുറച്ചാണ്ട് മദീനത്തേക്ക് തിരിയേണ്ട അവിടേക്കാണ്ട് എത്തി നോക്കുമ്പോ ഒട്ടകാണ്ട് പോവില്ല. തൊളിച്ചാ ഒട്ടകം അവിടെ കിടക്കും. 2ാമത് എഴുന്നേറ്റ് ഇടത്തോട്ട് കളിച്ചാൽ പോവും, വലത്തോട്ട് കളിച്ചാലും പോവും, ഇങ്ങോട്ട് തന്നെ തെറ്റിച്ചാലും പോവും. മദീനത്തിന്റെ ഭാഗത്ത് കഴിച്ചാൽ ഒട്ടകം പോവില്ല. മദീനത്തിന്റെ ഭാഗത്ത് കണ്ട് തൊളിച്ചാൽ ഒട്ടകം പോവില്ല, ഒട്ടകം അവിടെയാണ് ഒട്ടുത്തു. അങ്ങനെ മയ്യത്താണ് ഇതിന്റെ മുകളിലുള്ള ഈ 3 മയ്യത്ത് ശ്രോതാക്കന്മാരുടെ. അപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വിളംബരം നിന്നു, ശ്രോതാക്കന്മാരെ ആരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ തന്നെ മറമാടിക്കൊള്ളണം. ഈ ഓർഡർ കിട്ടിയപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒട്ടകം പോണില്ല നബി പറഞ്ഞു. അപ്പോ ഭാര്യനോട് ചോദിച്ചു, മൂപ്പര് പോരുമ്പോ പെരേന്ന് എന്താ പറഞ്ഞിന്? പെരേന്ന് പറഞ്ഞിന് മൂപ്പര് ദ്വാരന്ന് കണ്ട് ഇറങ്ങിയതാണ്, എന്റെ കുടുംബത്തിലേക്ക് പടച്ചോനെ ഇനി എന്നെ ഹായ് ബാക്കി ഇങ്ങോട്ട് മടക്കല്ലേ, എന്നെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാ പോവാ. അതുകൊണ്ടാ ഒട്ടകം പോവാഞ്ഞെന്ന്. മരിച്ച മയ്യത്തായിട്ട് പോലും അങ്ങോട്ട് ഇഞ്ഞു പോകണ്ട, ഇവിടെ തന്നെ കിടക്കണം. ഇങ്ങനെ ചോദിച്ചു വാങ്ങിയവരാണ് അവര്, ഷഹാദത്ത് ചോദിച്ചു വാങ്ങിയവരാ. അപ്പോ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഇതിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ട പ്രധാനമായ ഒരു പാഠം നമുക്കൊക്കെ തരുന്ന പാഠം, നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. നമുക്കൊക്കെ തരാനുള്ള പാഠം, ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകൾ യുദ്ധത്തിനിറങ്ങി. നമുക്കൊക്കെ അറിയുന്നത് പോലെ 3000 ആളുകള് സർവസജ്ജരായി മറുവശത്തുണ്ട്. ഇപ്പുറത്ത് 700 ആളുകളാണുള്ളത്. തങ്ങളുടെ കൂടെ 700 ആള്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ തങ്ങള് ജബലുർ റുമാത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന അൻസാരിയുടെ നേതൃത്വത്തിൽ 50 ആളെ നിർത്തിയിരുന്നല്ലോ. അവരോടൊരു കാര്യം നബി തങ്ങൾ കണിശമായി പറഞ്ഞിരുന്നു, ലാ തബ്റഹു മക്കാനക്കും ഹത്താ ആദിനലക്കും. ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നത് വരെ ആ സ്ഥലത്ത് തന്നെ നിന്നുകൊള്ളാം, അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. അത് പറഞ്ഞു നിർത്തല്ല. ഞങ്ങൾ വിജയിച്ച് എല്ലാ നിലക്കുള്ള നേട്ടങ്ങളും കൊയ്തെടുക്കുന്നത് കണ്ടാലും, ഞങ്ങൾ പരാജയപ്പെട്ട് മരിച്ച് മയ്യത്തുകൾ കാക്കയും കഴുകനും കൊത്തിവലിക്കുന്നത് കണ്ടാലും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്നൊരു കണിശമായ കൽപ്പനയും കൊടുത്തിരുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങി. വളരെ കുറച്ച് സമയം കൊണ്ട്, ബദറിന്റെ പകുതി സമയം പോലും മക്കാ മുശ്രിക്കുകൾക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് രസം.
ബദറിൽ പിടിച്ചു നിന്നതിന്റെ പകുതി സമയം പോലും ഉഹദിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു, ഈ മഹാന്മാരായ 4 വ്യക്തിത്വങ്ങളുടെ മുന്നിൽ 3000 അംഗസംഖ്യയുള്ള സൈന്യം മണിക്കൂറിന്റെ ഉള്ളിൽ പതറിക്കഴിഞ്ഞു. 13 ആളുകൾ ഈ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ പതാക വഹിച്ച് 13 എണ്ണത്തിനെയും കൊല്ലപ്പെട്ടു. അവസാനം കൊടി പിടിക്കേണ്ട ഗോത്രത്തിൽ പുരുഷനായി ഒരാളും ശേഷിക്കാനില്ല. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമണ്ടേനി, അയാളും കൊല്ലപ്പെട്ടു 14-ാമനായി. അവസാനം ആ പതാക ഏന്താൻ ഒരു പെണ്ണ് വരേണ്ടി വന്നു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും മാത്രം മുന്നേറ്റം കൊണ്ട് പതാകവാഹകർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ നായകന്മാരാ. അങ്ങ് നിലക്കുള്ള 14 എണ്ണാണ് കൊല്ലപ്പെട്ടു. ഇവിടെ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഹംസത്തുൽ ഖറാറിന്റെയും മുന്നിൽ 3000 സൈന്യങ്ങൾ വരുന്ന ഖുറൈശി പടയണി പതറി രക്ഷയില്ലാതെ അവർ പിന്മാറേണ്ടി വന്നു. ബദറിലൊക്കെ കണ്ടതിന്റെ 100 ഇരട്ടി മടങ്ങ് വിജയം. ഒരാൾ പോലും മുസ്ലിങ്ങളിൽ നിന്നിട്ട് കൊല്ലപ്പെട്ടിട്ടില്ല. അതുവരെ ഒറ്റൊരാളും കൊല്ലപ്പെട്ടിട്ടില്ല. അപ്പോഴേക്ക് 20-ലധികം ആളുകൾ മറുവശത്തിൽ നിന്ന് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗത്യന്തരമില്ലാതെ തടിയും കൊണ്ടോടി. പക്ഷേ യുദ്ധകാര്യ വിദഗ്ധനും യുദ്ധതന്ത്രജ്ഞനുമായിരുന്ന മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു, അയാളാണല്ലോ ചീഫ് കമാൻഡർ. അയാൾ നേരത്തെ തന്നെ ഒരു കാര്യം ചെയ്തിരുന്നു. 200 അംഗം വരുന്ന കുതിരപ്പടയെ ഇതുവരെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയിരുന്നില്ല. അത് സന്നിഗ്ധ ഘട്ടത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാന്നുള്ള നിലക്ക് മാറ്റി നിർത്തിയൊക്കെയായിരുന്നു. ഇതറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ കുതിരപ്പട ഇങ്ങോട്ട് അടുത്താൽ അത് നമുക്ക് നാശത്തിനാണ്. കാരണം നബി തങ്ങളുടെ കൂടെ ആകെ ഒറ്റ കുതിര ഉണ്ടായിരുന്നുള്ളൂ. 200 അംഗ കുതിരപ്പടയാണ്. അത് ഒന്ന് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ്, മറ്റൊന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. രണ്ടാളും മക്കം കണ്ട ഏറ്റവും വലിയ കുതിരപ്പടയാളികളാണ്. ഈ 2 കമാൻഡർമാരുടെ നേതൃത്വത്തിൽ 200 അംഗ കുതിരപ്പട മാറി നിൽക്കുന്നുണ്ട്. അവരെ ബോധപൂർവ്വം മാറ്റി നിർത്തിയ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയതുമാണ്. ഇതറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുതിരപ്പടക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അബ്ദുല്ലാഹി ബിൻ ജുബൈറിന്റെ നേതൃത്വത്തിൽ മലന്റെ മുകളിൽ 200 ആളോട് 50 ആളെ അവിടെ നിർത്തിയത്. അമ്പിന്റെ മുന്നിൽ കുതിരക്ക് മുന്നേറാൻ കഴിയില്ല. ഇപ്പോഴത്തെ മിസൈലിന് പകരമാണ് അന്നത്തെ അമ്പ്. അതുകൊണ്ട് അന്നും ഒക്കെ യുദ്ധതന്ത്രം ഒന്ന് തന്നെ. വ്യോമസേനന്റെ മുന്നേറ്റം മിസൈൽ കൊണ്ട് മാത്രമേ തടയാൻ കഴിയുള്ളൂ. അങ്ങനെയാണല്ലോ. വിമാനം വരുന്ന വ്യോമസേനയുടെ മുന്നേറ്റം തടയണമെങ്കിൽ മിസൈൽ ശക്തമായിരിക്കണം. എങ്കിൽ അതിർത്തി വിട്ട് ഒരൊറ്റ യുദ്ധവിമാനവും മുന്നോട്ട് കടന്നു വരില്ല. എന്നതുപോലെ കുതിരപ്പട അന്നത്തെ വ്യോമസേനന്റെ സ്ഥാനത്താണ്. ഇന്നത്തെ വ്യോമസേനന്റെ സ്ഥാനത്ത് അന്ന് കുതിരപ്പടയാണ്. ഈ കുതിരപ്പടയുടെ മുന്നേറ്റം തടയാൻ അമ്പെയ്ത്തുകാർക്കല്ലാതെ കഴിയില്ല. കുതിരപ്പട വന്നാൽ കാലാൾപ്പട ചിതറാൻ അധികം സമയം വേണ്ടി വരില്ല. അപ്പൊ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും അവിടെ നിന്നോളണം. യുദ്ധം കഴിഞ്ഞാലും യുദ്ധം നടന്നാലും ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും ഞാൻ പറയുന്നത് വരെ അവിടെ ഇറങ്ങരുത്. ആളുകളെല്ലാം പിന്മാറി ഓടി. അതിൽ കുറെ ആളുകളെ തടവുകാരായി പിടിച്ചു. വസ്തുക്കളൊക്കെ അരീമത്തെടുത്തു. മുസ്ലിങ്ങൾക്ക് ഒരു നഷ്ടവും വന്നിട്ടുമില്ല. അതാണ് ഒരു നഷ്ടവും പറ്റാതെ 100% വിജയത്തോടുകൂടി ശത്രു സൈന്യത്തിലെ പ്രമുഖ നേതാക്കന്മാരാവുന്ന 23 എണ്ണത്തിന് കഥ കഴിച്ച് ഒരു സായത്തിനുള്ളിൽ യുദ്ധം കലാശിച്ചു. അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായം അള്ളാഹു കൊടുത്തു. പക്ഷേ അവിടെയാണ് ഒരു ഇജ്തിഹാദ് ചെയ്യാൻ നെസ്സുള്ളവർക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല എന്നാണ് ഉസൂലിന്റെ കായിക. അപ്പൊ ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഇജ്തിഹാദ് മുജ്തഹിദീങ്ങളായ ഇജ്തിഹാദിന്റെ യോഗ്യരാണെങ്കിൽ തന്നെയും ഇജ്തിഹാദ് ചെയ്യണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, നെസ് ഉണ്ടാകരുത്. നെസ്സുള്ളവർക്ക് ഇജ്തിഹാദ് ചെയ്യൽ ഹറാമാണ്. അങ്ങനെ ഈ നിൽക്കുന്ന സഹാബത്ത് അവർ നബിതങ്ങൾക്ക് ഒരിക്കലും എതിരില്ല. നബിതങ്ങളെ ധിക്കരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കൾ ഒരിക്കലും നബിതങ്ങളെ ധിക്കരിക്കുന്നവരല്ല. പക്ഷേ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ബനൂ ഖുറൈലയിലേക്ക് പോകുന്ന സമയത്ത് ബനൂ ഖുറൈലയിൽ എത്തിയിട്ട് അസർസ്കരിച്ചാൽ മതി, വേഗം എത്തണം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഇജ്തിഹാദ് ചെയ്ത ഒരു കൂട്ടരെന്തായി, അള്ളാന്റെ ദീന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് പറയുന്നതാണ്. ബനൂ ഖുറൈലയിൽ എത്തിയിട്ടല്ലാതെ അസർക്കരിക്കേണ്ടെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത്.
അതുകൊണ്ട് സമയം വഖത്ത് കിടക്കൽ ബനൂ ഖുറൈദയിലേക്ക് കിടക്കുമ്പോൾ അന്ന് അങ്ങനെ അസറായി മഗ്രിബായി. അവരാരും അസർക്കരിച്ചില്ല. കാരണം എന്താ? അവർ ഈ വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കി ഇജ്തിഹാദ് ചെയ്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ബനൂ ഖുറൈദയിലെത്തിട്ട് അസർക്കരിക്കാൻ പാടുള്ളൂ എന്നാ. അള്ളാഹുവിന്റെ റസൂല് പറയണ തന്നെയാണല്ലോ വഖത്ത്. അപ്പൊ ഇന്ന് അസറിന്റെ വഖത്ത് കിടക്കൽ എപ്പോഴാന്ന് വെച്ചാൽ ബനൂ ഖുറൈദയിൽ നമ്മൾ എത്തുമ്പോ ഒരു മഗ്രിബായി നിസ്കരിച്ചു. നിബിതങ്ങളോട് വിവരം പറഞ്ഞു ഓക്കെയാണ് പറഞ്ഞ് ഒരു പ്രശ്നമില്ല. വേറൊരു കൂട്ടര് പറഞ്ഞു അള്ളാഹ് ഫർലാക്കിയ അസർസ്കാരൻ എന്നാണ് സലാത്തുൽ ഹുസൈൻ, അത് എന്തിനാ കള്ളാക്കണ്? അള്ളാഹുന്റെ റസൂൽ ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എത്രയും വേഗം വരണം എന്നാ അർത്ഥം. അവിടെയും പടിയും ഏക്കറ്റ് ഇങ്ങനെ ഏടയും കാട്ടിയിട്ട് നിൽക്കരുത് എന്നാ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ബേ പോരണമെന്നാ നമ്മൾ ബേ നിക്കരിച്ചാണ് വേഗം പോകാറിഞ്ഞ ഓരോ നിക്കരിച്ച് വേഗം പോയി. അത് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞാൽ ഓക്കെയാണ് കാരണം എന്താ അവിടെ നെസ്സല്ല, അവിടെ ലാഹിറാണ്. ലാഹിറിലോടത്ത് ഇത്യാദി ചെയ്യാൻ കേടില്ല. ഇവിടെ നെസ്സാണ്. എന്തുകൊണ്ട്? ഞങ്ങൾ വിജയിച്ച് ഗനീമത്തൊരുമിച്ച് കൂട്ടുന്നത് കണ്ടാലും, ഞങ്ങളെ കൊല്ലപ്പെട്ട് കാക്കയും കഴുതനും മയ്യത്ത് കൊത്തിവലിക്കുന്നത് കണ്ടാലും ഞാൻ പറയാതെ നിങ്ങൾ ഇറങ്ങരുത് എന്ന അത്രയും വ്യക്തമാണ്. നെസ്സാണ്. ഈ നെസ്സുള്ളോടത്ത് ഇജ്തിഹാദ് ചെയ്തു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിനെ സമീപിച്ചുകൊണ്ട് അമ്പെയ്ത്തുകാർ പറഞ്ഞു, നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്ന? യുദ്ധം കഴിഞ്ഞു, കളം വിട്ട് ശത്രുക്കൾ മുഴുവനും പോയി, നമ്മളെ കൂട്ടുകാരതാ ഗനീമത്ത് സംഭരിക്കുന്നു, തടവുകാരെ പിടിക്കുന്നു, അവരെ സഹായിക്കേണ്ട സമയം അപ്പൊ നമ്മൾ അവിടെ പോവാ. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും പാടില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു വളരെ വ്യക്തമായ നസ്സാണ്. തങ്ങളുടെ ഓർഡർ കിട്ടിയിട്ടല്ലാതെ ഇവിടെ അനങ്ങാൻ പാടില്ല. ഇയാൾക്ക് എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നമ്മളും കേട്ട് നിങ്ങളോടൊറ്റക്കല്ല നമ്മളോടൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം യുദ്ധം കയ്യോളൂ നമ്മൾ ഇവിടെ സജീവമായിട്ടുണ്ടാണെന്നാ. ഇപ്പൊ യുദ്ധം കഴിഞ്ഞിഞ്ഞ് അപ്പൊ അവളോട് ഇജ്തിഹാദ് ചെയ്തു. ഇജ്തിഹാദ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതേ വ്യത്യാസം ഉണ്ടാവും. ഷാഫി ഇമാമ് പറഞ്ഞതല്ലല്ലോ മാലിക് ഇമാമ് പറഞ്ഞു. ഉസ്താദും ശിഷ്യനുമായിട്ടും രണ്ട് മദ്ഹബ് വന്നില്ലേ? എന്ത്? അതുപോലെ തന്നെ ഷാഫി ഇമാമ് പറഞ്ഞതല്ലല്ലോ ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഉസ്താദും ശിഷ്യനല്ലാഞ്ഞിട്ടല്ലോ. ഇജ്തിഹാദിന്റെ സ്വഭാവമാണിത്. അപ്പൊ ഇജ്തിഹാദ് ചെയ്ത് അബ്ദുല്ലാഹി ഇബ്നു ജുബൈറും 9 ആളും ഒരു ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല, ഇവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ നബി പറയുന്നവരെ നിൽക്കണം എന്നുള്ള മറ്റൊരു ഇജ്തിഹാദ് ചെയ്തിട്ട് അങ്ങനെയില്ല, യുദ്ധം കയ്യോളം നിൽക്കണമെന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഇപ്പൊ യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് പോകാന്നുള്ള എനിക്ക് ബാക്കി 40 ആൾ ഇറങ്ങി. ഈ ഇജ്തിഹാദ് തെറ്റാണ്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഇമാമിങ്ങളെയും അള്ളാഹുവിന്റെ റസൂലും അള്ളയും പഠിപ്പിക്കുകയാണ്. ഇജ്തിഹാദ് നസ്സുള്ളോടത്ത് ഇജ്തിഹാദ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ ദീനിൽ നിന്നിട്ട് നിങ്ങളെ വഴിവെപ്പിക്കും. എന്നാ ഓര് ചെയ്ത തെറ്റാണോ? അല്ല, ഒരു മുജ്തഹിദീങ്ങളാണ് ഇജ്തിഹാദ് ചെയ്തതാണ്, സംഗതി തെറ്റായിപ്പോയി മാത്രം. അങ്ങനെ വെറുതെ ഇറങ്ങി. നേരത്തെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് പറഞ്ഞ ആരാ നിങ്ങൾ മനസ്സിലാക്കി? ലോകത്തിന്റെ മനുഷ്യ ചരിത്രത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് സമാനരായ ഒരു പടനായകനെ അള്ളാഹ് പടച്ചിട്ടില്ല. ലോകത്ത് പല സമുദായങ്ങളിലായിട്ട് അത്ഭുത ശക്തികളുള്ള പടനായകന്മാരും വന്നിട്ടുണ്ടെങ്കിലും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ യുദ്ധതന്ത്രം അറിയുന്ന ഒരു ശക്തി ലോകം കണ്ടിട്ടില്ല. അതൊക്കെ വേറെ വിഷയം, അപ്പോൾ പറയാൻ സമയമില്ല. മൂത്തത്ത് യുദ്ധമൊക്കെ ജയിച്ചേക്ക് തടിയൂരി 3000 പോന്നൊക്കെ എങ്ങനെ? 2.5 ലക്ഷം സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നത് വെറും 3000 സൈന്യങ്ങൾ. എത്ര? റോമാ സൈന്യത്തിൽപ്പെട്ട 2.5 ലക്ഷം സൈന്യത്തിനോട്. ഏതെങ്കിലും ചെറ്റകൾ ബതുക്കളല്ല. അന്നത്തെ ഏറ്റവും സുസജ്ജമായ ശാസ്ത്രീയ സംവിധാനമുള്ള റോമാ സൈന്യം, അത് 2.5 ലക്ഷം സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. അവരോട് വെറും 3000 ആളായിരുന്നു. എന്താണ് ഓരോരുത്തർ ഈ അറബികളുടെ കുന്തും ബാളും വേറൊത്തില്ല, അതുമായിട്ടാണ് ചെന്നിട്ട് കാര്യമുണ്ടാവും. അവിടെ വിജയം പരാജയം വിജയമാക്കി മാറ്റിമറിച്ച് ലോകത്തിന്റെ മുന്നിൽ അത്ഭുതം സംഭാവന ചെയ്തത് ഖാലിദ്. അതുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദിനെ അന്ന് പറഞ്ഞ പേരാ. അപ്പൊ ഇത് അന്ന് കിട്ടിയ സിദ്ധിയല്ല, നേരത്തെ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ ആ സിദ്ധി ഖാലിദ് റളിയല്ലാഹു അൻഹു ആ ഖാലിദിന്റെ നേതൃത്വത്തിൽ അപ്പുറത്ത് സൈന്യം നിൽക്കണത്. ഇവര് സന്ദർഭം മനസ്സിലാക്കി. ഇപ്പോ നബിയും സഹാബത്തും ആയുധം വെച്ച് പടയങ്കിയൊക്കെ അയച്ച് യുദ്ധമൊക്കെ കഴിഞ്ഞ് ആഘോഷിക്കണ സമയമായിരിക്കും. കേവലം 10 ആളേ ഉള്ളൂ മലന്റെ മുകളിൽ. 200 കുതിരപ്പടയാളികളുടെ മുന്നിൽ 10 ആളൊന്നുമല്ല. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് കണക്കെ ഖാലിദ് ബിൻ വലീദിന്റെയും ഇക്രിമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെയും നേതൃത്വത്തിലുള്ള ഖുറൈശി കുതിരപ്പട പെട്ടെന്ന് കടന്നു വരികയും നിമിഷങ്ങൾക്കകം അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള 10 ആളുകൾ മലമുകളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതൊന്നും താഴെയുള്ളവരറിയുന്നില്ല.
സംഭവഗതിയൊന്നും താഴെയുള്ളവരറിയുന്നില്ല. ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ 200 കുതിരപ്പടയാളികൾ ഒന്നിച്ച് നബിതങ്ങളുടെയും സഹാബത്തിന്റെയും യുദ്ധരംഗത്തേക്ക് കടന്നു വരികയും കണ്ണിക്കണ്ടവരെ മുഴുവനും കൊല്ലുകയും എന്താണ് നടക്കുന്നത് എന്ന് പോലും സഹാബത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 200 കുതിരപ്പകൾ ഒന്നിച്ചോടുമ്പോഴുള്ള പൊടിപടലം കൊണ്ട് ഒരാൾക്കൊരാളെ കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ കുതിരപ്പടയാളികൾ തിരിച്ചു ചെന്ന് പടക്കളം കയ്യിലെടുത്തത് മനസ്സിലാക്കിയ യുദ്ധതന്ത്രജ്ഞനായ അബൂ സുഫിയാൻ സൈന്യങ്ങൾക്ക് തിരിച്ചു മാർച്ച് ചെയ്യാൻ ഓർഡർ കൊടുത്തു. അങ്ങനെ പിന്തിരിഞ്ഞോടിയ സൈന്യങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ. അങ്ങനെ 3000 സൈന്യങ്ങൾ ഒന്നിച്ച് നിരായുധരായി യുദ്ധം കഴിഞ്ഞ് ആയുധം മാറ്റി വെച്ച് വിശ്രമിക്കുന്ന സഹാബാക്കൾക്കിടയിൽ ഒരു മലവെള്ളപ്പാച്ചിൽ പോലും കൊണ്ടുവന്നു. എന്താ നടക്കുന്നത് എന്ന് പോലും ആർക്കൊന്നും മനസ്സിലായില്ല. എന്താ സംഭവിക്കുന്നത് എന്ന് പോലും ആർക്കൊന്നും മനസ്സിലാണില്ല. ആകെ പൊടിപടലമല്ലാതെ ഒന്നും കാണാനില്ല. അതിനിടയിലാണ് എല്ലാം സംഭവിച്ചത്. പിന്നെ പറയാൻ പറ്റാത്ത സംഗതികളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യന് പറയാൻ കഴിയില്ല, അത്രയും ഗുരുതരമായതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽ നിന്നിട്ട് ഒറ്റപ്പെട്ടുപോയി. ഒന്നും ആർക്കൊന്നും കാണുന്നില്ല, പൊടിപടലമല്ലാതെ ഒന്നും കാണുന്നില്ല. പക്ഷെ നബി തങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നത് അവർ നബി തങ്ങളെ മാത്രമാണ്. ഈ 3000 ആളുകളും ലക്ഷ്യം വെക്കുന്നത് നബി തങ്ങളെ മാത്രമാണ്. ഇനി ഇങ്ങനൊരു സന്ദർഭം കിട്ടുന്നതല്ല. ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലക്ക് 4 ഭാഗത്തു നിന്നും നബി തങ്ങളുടെ അരികെ ആരുമില്ല. പിന്നിൽ ഒരു മലയുടെ അടുത്ത് ചെന്ന് നിന്നാൽ പിന്നിൽ നിന്നുള്ള ആക്രമണം തടയാമെന്ന നിലക്ക് പിന്മാറുന്ന സമയത്ത് ഇവർ കുഴിച്ചു വെച്ചിരുന്ന, നേരത്തെ അവരാണല്ലോ എത്തിയത്, കുഴിച്ചു വെച്ചിരുന്ന ചതിക്കുഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണുപോയി. ചതിക്കുഴിയിൽ വീണുപോയി. വീണപ്പോൾ പടയങ്കി ധരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇരുമ്പിന്റെ പടയങ്കിയും ഈ വീഴ്ചയും കൂടിയായി ശരീരം ആകെ മുറിവേറ്റു. കാൽമുട്ടുകൾ നിന്നും രക്തം ധാരയായി ഒലിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാൻ ഒരാളുടെ താങ്ങ് വേണമെന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് അവർ പിന്മാറിയല്ല, അവിടെ നിന്നൊരു വിധം കരകയറി. പിന്നീട് ചുറ്റുഭാഗത്തു നിന്നും കല്ലേറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ സഹാബത്ത് 4 പാടും ചിന്നിച്ചെറിയിരിക്കുകയാണ്. ആ കല്ലേറിൽ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ചുണ്ടുപൊട്ടി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആദരവായ 2 മുമ്പല്ലുകൾ പൊട്ടിത്തെറിച്ചുപോയി. എന്നിട്ട് തീർന്നില്ല. ശത്രുക്കളിൽപ്പെട്ട ഇബ്നു ഖമിയ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാളുകൊണ്ട് ആഞ്ഞു വെട്ടി. ആ വെട്ടവിടത്തെ പടത്തൊപ്പിയിൽ കൊണ്ടു. പടത്തൊപ്പിയുടെ ഇരുമ്പ് കമ്പി പൊട്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടത്തിൽ 2 കണ്ണികൾ ആഴത്തിൽ താഴ്ന്നിറങ്ങി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റുഭാഗത്തു നിന്നും അമ്പെഴുത്തു കൊണ്ടിട്ട് തുരുതുര. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ സംരക്ഷിക്കും. അത് അല്ലാഹു ഏറ്റതാണ്. ഈ വരുന്ന തുരുതുരേ വരുന്ന അമ്പുകള് തൊട്ടടുത്തെത്തി ഇടതും വലത്തും വശത്തേക്ക് മാറിപ്പോ. അമ്പുകളൊന്നും നബി തങ്ങൾക്ക് കൊണ്ടില്ല. നേരെ ദൂരെ നിന്ന് കാണുന്ന സഹാബത്ത് ഓടിയടുക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് അടുക്കാൻ വയ്യ. ആദ്യം എത്തിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മു ഉമാറ റളിയല്ലാഹു തആല നുസൈബ എന്നാണ് പേര്. ഉമ്മു ഉമാറ റളിയല്ലാഹു തആലയും ഭർത്താവുമാണ് ആദ്യം അടുത്തെത്തിയത്. മഹദിയായിരിക്കുന്ന ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അതുവരെ സ്ത്രീകളുടെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ മുറിവേറ്റവർക്കും പരിക്ക് പറ്റിയവർക്കും മുറിവെച്ച് കെട്ടുക, വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്ക് ശത്രുവിന്റെ വലയത്തിലായപ്പോൾ ഉമ്മു ഉമാറ റളിയല്ലാഹു തആല മനസ്സിലാക്കി, ഇവിടെ രോഗികളെ ശുശ്രൂഷിക്കുകയല്ല വേണ്ടത്, ഇവിടെ ഒരാണാകേണ്ട സമയമാണ്. അങ്ങനെ മഹാദിയായിരിക്കുന്ന ഉമ്മു ഉമാറ റളിയല്ലാഹു തആല വാളേന്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 ഭാഗത്തും മാറി മാറി നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. വലതു ഭാഗത്തുനിന്ന് ശത്രുക്കൾ വരുമ്പോൾ വലതു ഭാഗത്തേക്ക്, ഇടതു ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇടതു ഭാഗത്തേക്ക് മാറും. മുന്നിൽ നിന്നിട്ടാണെങ്കിൽ മുന്നിലേക്ക് മാറും, പിന്നിൽ നിന്നിട്ടാണെങ്കിൽ പിന്നിലേക്ക് മാറും. ഇബ്നു ഖമിയ അടുത്തു വന്നപ്പോൾ 4 പ്രാവശ്യം മഹദിയായിരിക്കുന്ന ഉമ്മമാർ അവനെ വെട്ടി. പക്ഷേ ശരീരം ആകെ ഇരുമ്പിന്റെ പടക്കുപ്പായം പടയങ്കി കൊണ്ട് ഭദ്രമായതുകൊണ്ട് ആ വെട്ട് ഏറ്റില്ല. പക്ഷേ ഉമ്മമാർ റളിയല്ലാഹു തആലക്ക് തിരിച്ചു വെട്ടേറ്റു. ഒരു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊത്തുകൊണ്ടാണ് അത് ശിഫയായത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല പറയും, പലപ്പോഴും പറയാറുണ്ട്, ഉഹദ് എന്ന് പറഞ്ഞാൽ
അത് അന്നത്തെ ദിവസം ഉമ്മമാരുടെ ദിവസമാണ്. പുരുഷന്മാരായ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അത്ര ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഉമ്മമാറ ചെയ്തു. അപ്പോഴേക്ക് സഹാബത്ത് ഓടിയെടുക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഓടിയെടുക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ആദ്യം വന്ന് ചുറ്റുഭാഗത്തു നിന്നും സൈന്യങ്ങൾ അടുത്ത് ദരിദ്രാ അമ്പെയ്യാൻ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർബന്ധിച്ച് സഅദ് റളിയല്ലാഹു അൻഹു ഇരുത്തി. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ കൈകാല് കുത്തി നാട്ടെ കുത്തി നിന്നു. നബി തങ്ങളുടെ ഇരുത്തിയിട്ട് നബി തങ്ങളുടെ മുകളിൽ ഇങ്ങനെ നിന്നു. എന്തിനാ? വരുന്ന അമ്പുകൾ നഹരി ദൂനക്ക, തങ്ങളുടെ മുന്നിൽ ഞാൻ എന്റെ നെഞ്ഞു കാട്ടുന്നു, തങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങി 10ഓളം സഹാബത്ത് ഓടിയെടുത്ത് എത്തുമ്പോ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അനങ്ങാൻ വയ്യാതായിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു ത്വൽഹത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരത് ശ്രദ്ധിച്ചില്ല. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ പറയാണ്, ഒരു കോലുമുള്ളനെ പോലെ ആയിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല. കോലുമുള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ വന്ന് തറക്കുന്ന അമ്പുകൾ ജീവനുള്ള തടിയിൽ ഇങ്ങനെ തറച്ച് ശരീരത്തിൽ മുഴുവനും അമ്പിന്റെ കോലുകളെ കാണാനുള്ളൂ. എന്നിട്ട് പോലും ആ നിന്ന നൃത്തത്തിൽ നിന്നും ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അനങ്ങിയില്ല. എന്തുകൊണ്ട്? അനങ്ങിയാൽ അടുത്ത കൊമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനാണ് കൊള്ളുന്നത്. അവരായിരുന്നു നബി തങ്ങളെ സ്നേഹിച്ചത്. സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അവരായിരുന്നു സ്നേഹിച്ചത്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു വിദഗ്ധനായ അമ്പെയ്ത്തുകാരനായിരുന്നു. നബി തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു 1000 അമ്പുകൾ എഴുതിയിട്ടുണ്ട്. 1000 അമ്പുകൾ. അത് അമ്പ് എടുത്തു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. എന്താ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആരാ അമ്പ് തരുന്നോന്ന് എനിക്കറിയില്ല, ഒരമ്പ് അങ്ങോട്ട് പോയാൽ അടുത്തൊരു അമ്പ് എടുത്ത് തരുന്ന ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അയാളെ എനിക്ക് പരിചയമൊന്നുമില്ല. യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അയാളെ ഞാനോട്ട് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. യുദ്ധം ചെയ്യാൻ അവർക്ക് ഓർഡറില്ല. അത് ബദറിലെ ഓർഡർ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ സംരക്ഷണം കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷണം കൊടുക്കുക. എന്നിട്ട് ഈ 1000 അമ്പെയ്ത ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന്, ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇർമി ഫിദാക അബീ വ ഉമ്മി, ലോകത്തൊരു മനുഷ്യനോട് എന്റെ ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് ഫിദിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് നബി തങ്ങളുടെ അമ്മാവന്മാരിൽപ്പെട്ട സുഹരിയാണ്, അമ്മാവനാണ്. ഇങ്ങനെ സഹാബാ കിറാമുകൾ ചെറിയൊരു വീഴ്ച പറ്റിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെയും അള്ളാഹുവിനും അവന്റെ ദീനിനും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുന്നതിന്റെയും അത്ഭുതകരമായ 100 കണക്കിന് സംഭവങ്ങൾ ഉഹദ് നമ്മൾക്ക് തരുന്ന, അതിൽ സ്ത്രീയും പുരുഷനും ഒഴിവില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായ ഉമ്മു അയ്മൻ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. ആളുകളെല്ലാം ഓടി മദീനയിലേക്ക് വരുന്ന കുറെ ആളുകൾ. ആ വരുന്ന സമയത്ത് ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹക്ക് വയസ്സെത്രയായിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി. നബി തങ്ങളുടെ ഉമ്മ, അപ്പൊ വയസ്സെത്ര ഉണ്ടായിട്ടുണ്ടാവും? നബി തങ്ങൾക്ക് തന്നെ അന്ന് വയസ്സെത്രയായി? ആ ഉമ്മ പറഞ്ഞ് ഹാക്കൽ മിഗ്സൽ വഹാത്തിൽ സൈഫ്, ആണുങ്ങൾ പാഞ്ഞു വരുന്നോട് പറയാ, എടാ നമുക്കളെ എവിടുക്കങ്ങൾ പാഞ്ഞു വരുന്നത്? അതാ ഞങ്ങൾ നൂലുണ്ടാക്കുന്ന ചർക്ക, പോയിട്ട് നൂലുണ്ടാക്കിയോളൂ, വാളുകൾ കാട്ടെ, പണിയെടുക്കേണ്ട പണി ഞങ്ങൾ തരാ. അങ്ങനെ ആയുധമെടുത്തുകൊണ്ട് മദീനയിലുള്ള പെണ്ണുങ്ങളിറങ്ങി ഓടി വരുന്ന പേടിച്ചോടി വരുന്ന കുറെ ആളുകൾ അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ അവരൊക്കെ തിരിച്ചു വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബ ചെയ്തു, തൗബ സ്വീകരിച്ചു, ഒക്കെ വേറെ വിഷയം. എന്നാൽ പോലും ഈ സമയത്ത് ആ സ്ത്രീകൾ അവരെ ആട്ടിയിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് ഓടിയിരുന്നത്? മൂത്തു അലാമ മാതാലഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇങ്ങോട്ട് പരേക്ക് ഓടിയരാ, അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലപ്പെട്ടു, നിങ്ങൾ ആ ഭാഗത്ത് മരിച്ചോളി അള്ളാഹുവിന്റെ റസൂൽ മരിച്ച മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഇറങ്ങി. ആ ഇറങ്ങിയ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ഇതിൽപ്പെട്ട നേരത്തെ പറഞ്ഞ ഹിന്ദ്, അവര് തന്നെ ചരിത്രത്തിൽ ഒരു അത്ഭുതമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു തആല അൻഹുവിന്റെ പങ്ങള്, അംർ ഇബ്നു ജമുഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ, ഖല്ലാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ,
ഇവര് ഓടി വരികയാണ് വിവരം കേട്ടിട്ട്. നബിതങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കേൾക്കുന്നത്. ഓടി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എന്ത് ചോദിക്കാണ്, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് പറ്റി നബിക്ക്, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഒരാള് പറഞ്ഞു, കുത്തില സൗജുക്കി, നിങ്ങളെ ഭർത്താവ് അംർ ഇബ്നു ജമുഹ് റളിയല്ലാഹു തആല കൊല്ലപ്പെട്ട് ഷഹീദായി. ലാ അസ്അലൻദാരിക്, അത് അല്ല ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന് എന്ത് പറ്റി. വേറൊരാൾ കുറച്ചിടത്തിയപ്പോ ചോദിച്ചപ്പോ വേറൊരാൾ പറഞ്ഞു, കുത്തില അഹൂക്കി, നിങ്ങളുടെ സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് ഷഹീദായി. ലാ അസ്അലൻദാരിക്, അതൊന്നും എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്ത് സംഭവിച്ചു. പിന്നെ ചെന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു, കുത്തില ബനി ഇബ്നുക്കി, നിങ്ങളെ മോനും കൊല്ലപ്പെട്ടു. അപ്പോഴും അവർ പറഞ്ഞു, ലാ അസ്അലൻദാരിക്, എനിക്ക് അതല്ല അറിയേണ്ടത്. മാതാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്ത് സംഭവിച്ചു. കുറച്ച് നിന്നപ്പോ ഒരാൾ പറഞ്ഞു, ഹുവ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീൻ, നിങ്ങളൊന്നും പേടിക്കണ്ട, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ നബി തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് സമാധാനായില്ല. എന്നെ സമാധാനിപ്പിക്കാൻ പറയായിരിക്കും എന്നാണ് അവർ മനസ്സിലാക്കിയത്. അറൂനി, നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞാ പോരാ, എനിക്ക് കാണിച്ചേരി എന്റെ നബിനെ. എവിടെ? അപ്പൊ നബിതങ്ങൾ അപ്പോഴും സഹാബത്തിന്റെ വലയത്തിന്റെ ഉള്ളിലാണ്. നബിതങ്ങൾ എവിടെ, എനിക്ക് കാണിച്ചേരി. അറൂനി. അങ്ങനെ ആളുകൾ മാറി ഇന്ന് കാണിച്ചു കൊടുത്തു. അവരുടെ അവസ്ഥ അവർക്കൊക്കെ അറിയുന്നതാ. അടുത്ത് ചെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവര് പറഞ്ഞത്, കുല്ലു മുസീബത്തിൻ ബഅദ ഖജ്ജലലുൻ യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ സുരക്ഷിതനാണെങ്കിൽ, എന്റെ ഭർത്താവ് പോയത് എനിക്ക് പ്രശ്നമില്ല, എന്റെ ആങ്ങള മരിച്ചത് എനിക്ക് പ്രശ്നമില്ല, എന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചത് എനിക്ക് പ്രശ്നമില്ല, തങ്ങൾ സുരക്ഷിതനാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എനിക്ക് നിസ്സാരമാണ്. സ്ത്രീകളുടെ ഈമാനായിരുന്നു അത്. ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ അംഗഭംഗം ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ട് പേടിച്ച് ഓടി വരികയാണ്. വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹംസ റളിയല്ലാഹുവിനെ കണ്ടിട്ട് വാവിട്ട് കരഞ്ഞു പോയി. നബി തങ്ങളുടെ ചരിത്രത്തിൽ മറ്റൊന്നില്ല അങ്ങനെ. കണ്ണീരൊലിക്കാറുണ്ട് എന്നല്ലാതെ വാവിട്ട് കരയുക എന്ന ചരിത്രം നബി തങ്ങളുടെ ചരിത്രത്തിൽ ഒറ്റ സംഭവത്തിലേ ഉള്ളൂ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ശരീരം കണ്ടപ്പോഴാണ് കരഞ്ഞു പോയത്. നബി തങ്ങൾ അങ്ങനെ കരയുമെങ്കിൽ സ്വന്തം ഉമ്മയും ബാപ്പിയൊക്കെ ആങ്ങളെയാണ് സഫിയ ബീവിന്റെ. അബ്ദുൽ മുത്തലിബിന് 17 മക്കളുണ്ടായ 4 ഭാര്യമാരില്ല. അതിൽ ഒരു ഉമ്മാക്കുള്ളതാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹും സഫിയ ബീവിയും, സുബൈർ ബിൻ അവാമിന്റെ ഉമ്മ. ഓടി വരുന്ന കണ്ടപ്പോ ഇത് കണ്ടാൽ അവർക്ക് സഹിക്കാൻ കഴിയൂല എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ മർഅത്തുൽ മർഅ, ആ പെണ്ണിനെ ശ്രദ്ധിക്കുക, പെണ്ണിനെ ശ്രദ്ധിക്കുക. അപ്പൊ വേഗം സുബൈർ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഉമ്മ ഇക്കാക്കാനെ കാണുന്നത് ബുദ്ധിമുട്ടാവും എന്ന് നബി തങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ്. അങ്ങനെ ചെന്നിട്ട് ബൈക്ക് തടഞ്ഞു. അവിടെ നിൽക്കി, നബി തങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു നബി തങ്ങൾ. അപ്പോ ഉമ്മ പറഞ്ഞത്, എനിക്കറിയാം, എന്റെ ആങ്ങള കൊല്ലപ്പെടുക മാത്രമല്ല നെഞ്ഞുകുത്തി കീറി കരള് പുറത്തെടുക്കുകയും കണ്ണും കാതും നാക്കും മൂക്കും ഒക്കെ മുറിക്കപ്പെടുകയും ചെയ്ത് അംഗഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ നമുക്കൊരു അപമാനവുമില്ല. അല്ല, അത് നമ്മളെ ഗോത്രത്തിന്റെ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിന്റെ അന്തസ്സാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ശരീരത്തെ ആ നിലക്ക് സംഭാവന ചെയ്തത് നമ്മളുടെ ഇസ്സത്താണ്. എനിക്കെന്റെ ആങ്ങളെ കാണാതെ പറ്റില്ല. പക്ഷേ അത് കണ്ടാൽ എന്താവും, ഒരു പെണ്ണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നുകൊണ്ട് അവരുടെ നെഞ്ഞിൽ അഷ്റഫാക്കപ്പെട്ട കൈയൊന്ന് വെച്ചു അമ്മായിന്റെ. എന്തിനാ? അവരുടെ കൽബിൽ സക്കീനത്ത് വരാൻ വേണ്ടി. അതിനുശേഷം പോയി കണ്ടോളാൻ പറഞ്ഞു. ഒരു കണ്ടു, ക്ഷമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടി നിങ്ങളെ പൂർണ്ണമായി സംഭാവന ചെയ്തത് ഈ കുടുംബത്തിന് തന്നെ ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തായി നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി. ഇനി അങ്ങോട്ട് പോയാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഇത് തരുന്ന പാഠം ഒന്ന്, ലാസ്റ്റത്തെ പാഠം അതുകൂടി പറഞ്ഞു നിർത്താം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തമായ നിർദ്ദേശത്തിന് എതിര് വന്നാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം എന്ന് ലോകത്തിനൊരു പാഠം കൊടുക്കൽ കൂട്ടത്തിലുള്ള ഒരു ലക്ഷ്യമാണ്. ഇപ്പൊ ഇത് തിരുത്താൻ വേണ്ടി നബിതങ്ങൾ ജീവിച്ചിരിക്കണ്ടല്ലോ, നാളെ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹു പറയും, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും മുസീബത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആജ്ഞ, ആ ആജ്ഞയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളണം. അൻ തുസീബഹും മുസീബ, മഹാവിപത്തിൽ അവർ പെട്ടുപോകും. ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ കഠിനമായ അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നുപോകും. ഈ താക്കീത് ഖുർആൻ ചെയ്തതിനൊരു പാഠം കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അവരെ പരാജയപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല.
മുസ്ലിങ്ങൾക്ക് ഒരു പരാജയം കൊടുക്കൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അവസാനം ബഹുമാനപ്പെട്ട നബി തങ്ങൾക്കും സഹാബത്തിനും നേട്ടമാവുന്ന രീതിയിൽ ഉഹദ് കലാശിച്ചു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുഹദാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും ഖൈറിലും സലാമത്തിലുമാക്കുമാറാകട്ടെ. അവരെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ജീവിച്ച് അവരുടെ സത്യമാർഗത്തിൽ ജീവിച്ച് മരിച്ച് അവരോടൊന്നിച്ച് സ്വർഗ്ഗം പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.